യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ പോകുന്നത് 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. എനിക്കൊരു അനുഗ്രഹം തരണം, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവകളോടും കൂടെ എനിക്ക് തരണം എന്നവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. മതി, നിങ്ങളെല്ലാവരും ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന സന്ദേശം നിങ്ങൾക്കൊന്ന് കൈമാറാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്ന് ഈ ദൂതിൻ്റെ വിവരണം വെളിപ്പെടുത്തുവാൻ പോകുന്നത്. സ്തോത്രം. ഈ വചനഭാഗം കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു മോള് അപ്പനോട് ഒരു ചോദ്യം ചോദിക്കുക. 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം, അപ്പ ഒരനുഗ്രഹം കൂടെ എനിക്ക് തരണം. 2, അപ്പ ഒരു നീരുറവകൾ കൂടെ എനിക്ക് തരണം. ചോദിച്ചത് ഉറവകളാണെങ്കിൽ അവിടെ അവക്ക് താഴെയും മേളിലും ഉറവകൾ കൊടുത്തു. ഇത്രയും ധ്യാനിക്കുമ്പം ഈ ദൂത് തീരും. സ്തോത്രം. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒന്നും പറയാൻ സമയം എടുക്കുന്നില്ല. ചോദിച്ചത് അക്സയാണ്. സ്തോത്രം. ആരോടാ ചോദിച്ചേ? അപ്പനായ കാലേബിനോട്. ഞാൻ ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സ്തോത്രം ഇന്ന് 5-ാമത്തെ ദിവസം എനിക്ക് നിങ്ങളോടൊരു ദൂത് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. സ്തോത്രം. അവൾ പറയുന്നുണ്ട്, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ അയച്ചത്. അപ്പം തെക്കേ ദേശം എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ അത് കൂടാതെ അപ്പ ഒരു അനുഗ്രഹം കൂടെ എനിക്ക് തരണം. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സ്തോത്രം ഞാൻ നിങ്ങളോട് പറയാം, വേണേ തരട്ടെന്ന് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്, ചോദിച്ചു വാങ്ങിക്കുന്നവരും ഉണ്ട്. സ്തോത്രം. വേണേ തരുന്ന സിസ്റ്റം ഇന്ന് വിടണം, ചോദിച്ചു വാങ്ങിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കണം. ഒരിക്കലെങ്കിലും ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കേ. മൊത്തം പേരുമുണ്ട്. ഞാനന്ന് ചോദിക്കാൻ ഒന്നാമതാ. നിങ്ങൾക്ക് എൻ്റെ ആഗ്രഹം എല്ലാം കൂടെ ഇവിടെ ഇരിക്കുന്നൊരു പാസ്റ്റോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്നോട് കുശുമ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. പക്ഷേ എൻ്റെ ആഗ്രഹം ദൈവത്തോട് പറഞ്ഞാൽ ദൈവത്തിന് ഒരു കുശുമ്പുമില്ല. നീ എന്താ പറയാത്തെന്നാ ചോദിക്കുന്നത്. നിങ്ങളെനിക്ക് സ്തോത്രം. നിങ്ങളെല്ലാം എന്നെ നോക്കിയിരിക്കണം, ഈ കണ്ണടച്ചിരിക്കുക, അത് കണ്ണ് തുറന്നിരിക്കണം. ഞാൻ ഈ വിഷയത്തിലോട്ട് ഒന്ന് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുവരട്ടെ. ഇപ്പം ഞാനും ഇവിടുത്തെ ഒരു പാസ്റ്ററും കൂടെ ഇവിടെ നിന്ന് സ്തോത്രം വയനാട്ടിൽ വരെ പോവാന്ന് ചിന്തിച്ചോ. എനിക്കറിയാവുന്ന സ്ഥലമൊക്കെ പറയാം. വയനാട്ടിൽ വരെ പോവാം. ഇവിടം തൊട്ട് മൈസൂർ വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞു, ബദേൽ ചർച്ചിലെ കാര്യങ്ങൾ പറഞ്ഞു, സുനിൽ പാസ്റ്ററെ കുറിച്ച് പറഞ്ഞു, എവറിസ്റ്റ് പാസ്റ്ററെ കുറിച്ച് പറഞ്ഞു, ബാംഗ്ലൂരിലെ ഹിസ്റ്ററി പറഞ്ഞു. സ്തോത്രം. മൈസൂറിനടുക്ക ചെല്ലാറായപ്പോഴേ പുള്ളിയും ടയേർഡായി, ഞാനും ടയേർഡായി. ഞങ്ങൾ 2 ഉറക്കം തുടങ്ങി. ഉണർന്നു കഴിഞ്ഞ് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഒന്നും പറയാനില്ല. കാരണം പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. 3-4 മണിക്കൂർ കൊണ്ട് നമ്മുടെ സംസാരത്തിൻ്റെ ഇടപാട് തീരും. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത, ഒരു ജന്മം നിന്നോട് പറഞ്ഞാലും തീരുകയില്ല, പിന്നെയും പറയാനുണ്ട്. ഇന്നലെ വൈകിട്ട് പറഞ്ഞതാന്ന് ഇന്ന് പിന്നെയും പറയും, നാളെയും പറയും. ഈ 21 തീരുമ്പോൾ നിർത്തുവോ? പറ. ഇല്ല, നീ ഉറങ്ങാൻ പോകുമ്പോൾ പറയും, രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയെ പറയും. അപ്പം ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവത്തിന് എത്ര മിണ്ടിയാലും തീരത്തില്ല. കണ്ടോ, അത്രയൊരു മിണ്ടാത്തിന് ദൈവത്തിൻ്റെ അടുക്കലല്ല വന്നേക്കുന്നേ, നിന്നോട് മിണ്ടി മിണ്ടി ഇരിക്കുന്ന ദൈവം. വാമി പ്രവചനമായി സംസാരിക്കും, ദൂതായി സംസാരിക്കും, വചനമായി സംസാരിക്കും, വെളിപ്പാടായി സംസാരിക്കും, ദർശനമായി സംസാരിക്കും, സ്വപ്നമായി സംസാരിക്കും. ഒരു കാര്യം പറഞ്ഞു, ദൈവത്തിന് ഇന്നും സംസാരിക്കാനുണ്ട്. ഇന്നലെ അനീഷ് പാഷ് വന്നേച്ചു പോയി തീർന്നില്ല, ഇന്ന് അനിപ്പാഷ് വന്നേച്ചു പോയി തീർന്നില്ല, നാളെ അടുത്ത ആൾ വരും. എന്നിട്ട് തീരുവോ? പറ. ഇല്ല. ദൈവത്തിന് പിന്നെയും പിന്നെ മിണ്ടാനുണ്ട്. ഞാൻ വാക്യത്തിലോട്ട് വരിക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ കൊതി ഉണ്ടാകണം. ഈ വാക്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. ഈ അക്സയുടെ കല്യാണമൊക്കെ ഒന്ന് വിവരിക്കാൻ, അതൊക്കെ വിവരിക്കേണ്ട ഭാഗമാണ്, പക്ഷെ അതിപ്പോൾ വിവരിക്കുന്നില്ല. ഭർത്താവിൻ്റെ പേര് പറയാമോ? ഒത്നിയേൽ. എന്തോ വലിയ ക്രൂസൈഡ് എല്ലാത്തോട്ട് ഇപ്പം മിണ്ടിയാലും കുഴപ്പമൊന്നും, ഇവർ മിണ്ടുന്നതിന് കുഴപ്പമുണ്ടോ ഫാസ്റ്റ്? ഇല്ല. നിങ്ങൾ വർത്താനം പറയണം, ഇങ്ങോട്ട് നോക്കാം. അപ്പം അതിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്യും, അതുകൊണ്ടാണ്. അപ്പം അവിടെ പഠിക്കുമ്പം ഒത്നിയേല അതിന് കാലേബ് ഒരു കാര്യം പറഞ്ഞു, ശത്രുവിനെ ജയിക്കുന്നവന് എൻ്റെ മോളെ
കെട്ടിച്ചു കൊടുക്കും. സ്വതന്ത്രം. അങ്ങനെ ആര് കല്യാണം കഴിച്ചത്? ആരെ? അക്സൈ. ഓക്കെ. അപ്പൊ ഈ അവക്ക് തെക്കേ നാട് കൊടുത്തു. വീട്ടിൽ ചെന്നപ്പം ഈ അപ്പൻ്റെ മോളാണല്ലോ, അപ്പൻ എന്ത് കാണിക്കുന്നു അതല്ലയോ മോള് കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കൊച്ചു സ്കൂളിൽ പോകുമ്പോഴേ 6-7 മണിക്കൂർ സ്കൂളുള്ളൂ അല്ലേ ഉള്ളോ? ബാക്കിയുള്ള മുഴുവൻ സമയം കുഞ്ഞ് പഠിക്കുന്ന സ്കൂൾ ഏതാ? വീടാ. പേരൻസ് എന്തോ കാണിക്കുന്നോ അത് പിള്ളേർ കാണിക്കും. ഞാനൊരിക്കൽ ഒരു രാജ്യത്ത് പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംഘാടകനോട് പറഞ്ഞു, പാസ്റ്റർ ഒരു വീട് വരെ പോകണം, പാസ്റ്റർ ഇഷ്ടമുള്ളൊരു മോളെയാ കാണാനാ പോകണ്ടിയേ. അപ്പോൾ ഹസ്ബൻഡും വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം അവരുടെ വീട്ടിൽ ചെന്നപ്പം ആ മോടെ ഇവിടെ ഒരു നീര് വന്നിരിക്കുക ഈ ഭാഗത്ത്. ആ നീര് വന്നിട്ട് അത് ക്യാൻസറായി. സ്തോത്രം. അപ്പോൾ ആര് പറഞ്ഞിട്ട് ഈ കൊച്ച് ആശുപത്രി പോകത്തില്ല. അപ്പം എൻ്റെ പ്രസംഗത്തിന് പലപ്പം വന്നിട്ടുണ്ട്, പാസ്റ്റർ പറഞ്ഞാൽ പോകുമെന്നൊരു ചിന്ത ഈ ഭർത്താവിനുണ്ടായിട്ട് എന്നെ കൊണ്ട് പോയതാണ്. ഞാനവിടെ ചെന്നപ്പോൾ ആ പെങ്കൊച്ച് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ, എനിക്ക് പാസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ അപ്പനൊരു ഉപദേശിയായിരുന്നു. എൻ്റെ അപ്പം 3 പ്രാവശ്യം തളർന്നുപോയി. 3 പ്രാവശ്യം എൻ്റെ അപ്പം പ്രാർത്ഥിച്ച് സൗഖ്യമായി. സ്തോത്രം. എൻ്റെ വീട്ടിൽ പല അനർത്ഥമുണ്ട്, എല്ലാം പ്രാർത്ഥിച്ച സൗഖ്യമേ. അതുകൊണ്ട് പാസ്റ്റർ നിർബന്ധിക്കരുത്, ഞാനും പ്രാർത്ഥിച്ച സൗഖ്യമാവും. ഞാൻ അവരോട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, സോറി, നിങ്ങൾ ആരും ഇനി സംസാരിക്കണ്ട, ആ കൊച്ചു സൗഖ്യമായിക്കോളൂ. അവൾ സൗഖ്യമാകുകയും ചെയ്തു. എന്താ? അവൾ കണ്ടുപഠിച്ചത് അവരുടെ വീട്ടിലെ പാഠമാ. നിങ്ങൾ വീട്ടിൽ എന്തു പാണിക്കുന്നോ അതാ നിന്റെ ജനറേഷൻ പഠിക്കാൻ പോകുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ നിങ്ങളുടെ മനസ്സിൽ വിട്ട് ഇത് കൊണ്ടുവരാണ്. ഈ കാലേബിന്റെ രീതി എന്താ? ഈ മോൾ ഇങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. അവിടെ വായിക്കുന്നുണ്ട്, അവൾ അവനെ ഉത്സാഹിപ്പിച്ചെന്ന. ആരെ അക്സ ആരെ ഉത്സാഹിപ്പിച്ചു? കാര്യം ഭർത്താവിൻ്റെ പെർമിഷൻ വേണം ഒരു കാര്യം അപ്പനോട് ചോദിക്കാൻ. സ്തോത്രം. അപ്പൊ ഇവള് പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം കാലേബ് പറയുന്നൊരു കാര്യമുണ്ട്, മോശെ എന്നെ അയച്ച നാള് പോലെ ഇന്നും എനിക്ക് മല കയറാൻ അല്ലേ. 14-ാം അധ്യായം എടുത്തേ. സ്തോത്രം. ആ വാക്യം ഒന്ന് വായിക്കണം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം. ഹല്ലേലൂയ. വാക്യം കണ്ടുപിടിച്ച ഇപ്പൊ സമ്മാനം. ആരും കണ്ടുപിടിച്ചില്ല, സമ്മാനം എനിക്ക് തന്നെ. 11-ാം വാക്യം. 11-ാം വാക്യം. മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഇന്നും എനിക്ക് ഇതിനേലും ഒരു സ്തോത്രമൊക്കെ പറ. ഞാൻ നിങ്ങളോടൊരു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടങ്ങാം. രാവിലെ എഴുന്നേറ്റ ഉടനെ അസുഖത്തിൻ്റെ പേരൊന്നും പറയല്ലേ. സ്തോത്രം. അസുഖത്തിൻ്റെ പേര് പറയല്ലേ. എന്തോ അസുഖം. ഇപ്പം ഭയങ്കര നടുവിനുവേനാണ്. രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കി വെച്ച് പറഞ്ഞു, ഓ ഇന്ന് എന്തോ ആരോഗ്യമാണ് ശരീരത്ത്. 1-2 പ്രാവശ്യം പറഞ്ഞ ആ നടുവിനുവേന അന്നേരം പോകും. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഇന്ന് ഒട്ടും എല്ലാ രാത്രി ഒരുപോലെ ഉറക്കം കിട്ടത്തില്ല. കിട്ടുമോ? ഇല്ല. നമ്മൾ രാത്രി ഉറക്കം ഗുളിക കഴിച്ചൊന്നും അല്ല കിടക്കുന്നത്, അല്ലാതെ തന്നെയാ കിടക്കുന്നത്. അതുകൊണ്ട് ചൊവ്വേ നമുക്ക് ചിലപ്പോൾ ഉറക്കം കിട്ടിയെന്ന് വരത്തില്ല. ഞാനൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് വരുന്നത്. ശ്രദ്ധിച്ച്. സ്തോത്രം. പക്ഷെ ചില രാത്രി ഉറക്കം കിട്ടത്തില്ല. അപ്പോൾ രാവിലെ എഴുന്നേട്ടോ, ഓ ഇന്നൊന്നും നടക്കത്തില്ല, കാര്യം ഒരുപോലെ രാത്രി ഉറങ്ങിയില്ല. അന്ന് രാവിലെ എഴുന്നേറ്റ്, ഓ എന്തോ നല്ല ഉറക്കമായി. 2023 ഇത്ര നല്ലതായിട്ട് ഉറങ്ങിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. കണ്ടോ, നിന്റെ ഉറക്കം കെടുത്തിയവനൊക്കെ നാണം കെട്ട് ഇറങ്ങിപ്പോണം. സ്തോത്രം. ഇത് നമ്മളാന്നെ ഇച്ചിരി സുഖം കുറഞ്ഞ ഉടനെ, ചുമ്മാ ഒരു വേദന വന്ന ഉടനെ, ദൈവത്തിന് സ്തോത്രം, നമ്മളതിനെ അങ്ങ് വലിയ സംഭവമാക്കും. അങ്ങനെ ആക്കരുത്. സ്തോത്രം. നമ്മളെ വെൽഡിങ് റാഡ് കൊണ്ടൊന്നും ഉണ്ടാക്കിയല്ല, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഇച്ചിരി വേദനയും ദേഹവും കുഴപ്പവും ഒക്കെ കാണും. ഡോക്ടർമാരിപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നതിന് തേയ്മാനമാണ്. ഈയിടെ ഒരാൾ വന്നപ്പോൾ യോഗത്തിന് ഹല്ലേലൂയ പറയുന്നില്ല, കൈ ഉയർത്താൻ പറയുമ്പോൾ പുള്ളി ഉയർത്തുന്നില്ല. ഞാൻ ചോദിച്ചാൽ തേയ്മാനമാണെന്ന് ഡോക്ടർ പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, നിന്നെ ഉണ്ടാക്കിയ ദൈവത്തിന് നീ എത്ര വട്ടം കൈ പൊക്കുമെന്നറിയാം. മരിക്കുന്നിടം വരെ പൊക്കിയാലും തേയുകയില്ല. ഞാൻ ഉറപ്പ് തരിക, ദൈവം മനുഷ്യൻ ഉണ്ടാക്കിയ പോലെ അല്ല. നീ ഓടുന്ന വണ്ടിയുടെ ഷാഫ്റ്റ് തേയും, പക്ഷേ നിന്റെ ദൈവത്തിന് സ്തോത്രം ഈ കൈ തേയത്തില്ല. എത്ര പൊക്കിയാലും തേയത്തില്ല. അതുകൊണ്ട് രോഗങ്ങളെ അതിജീവിക്കുന്ന ഒരു വിശ്വാസമകത്തുണ്ടാകട്ടെ. അപ്പൊ ഈ അപ്പം പറയുക, ഇതെല്ലാം മോള് കേട്ടോണ്ടിരിക്കുക. ശ്രദ്ധിച്ചു കേട്ടെ. എന്താ പറയുന്നത്? 11-ാമത്തെ വാക്യം. മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് എന്തുണ്ട്? ആരോഗ്യമുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ച് പറ, നിങ്ങൾക്ക് ഇന്നും ആരോഗ്യമുണ്ടെന്നൊക്കെ പറ. ഒന്ന് ചിരിച്ചോണ്ട് പറ ഹല്ലേലൂയ. എന്തുകൊണ്ട്? ആരോഗ്യമുണ്ട്. എത്ര പേര് അതിന് ആമീൻ പറയും? അടുത്തിരിക്കുന്ന ആളെ നോക്കുക, നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ എന്നൊന്ന് പറഞ്ഞേ.
ആ രോഗമൊക്കെ ഇറങ്ങിപ്പോട്ടെ, ഞാൻ വാക്യത്തിലോട്ട് വരിക. അപ്പൊ ഈ അപ്പം പറയുക, അപ്പൊ സ്തോത്രം, മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് 40 വയസ്സുള്ളൂ, പക്ഷെ ഇങ്ങനാ പോന്നെ. എന്താ പ്രശ്നം? ഒരു കൊച്ചു നടുവിന് മേലെ ഭയങ്കര സീരിയസ് വിഷയമാണ്. പലരുടെയും ഇപ്പൊ ഡോക്ടർമാർ ഗൂഗിൾ ആണല്ലോ, രാവിലെ മുമ്പിലും ചെക്ക് ചെയ്യുക. ഈയിടെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ മരുമോൻ ഒരു 5 പേപ്പറും കൊണ്ട് നിൽക്കുക. പാസ്റ്ററെ, ഒന്നാമത്തേതാണെങ്കിൽ അപ്പച്ചൻ ഈ ആഴ്ച മരിക്കും, രണ്ടാമത്തെ നിഗമനമാണെങ്കിൽ നാളെ മരിക്കും, മൂന്നാമത്തെ കുഴപ്പമാണെങ്കിൽ ഇന്ന് മരിക്കും. ഞാൻ ആ കൊച്ചനോട് ചോദിച്ചു, നീ ഇവനെ ഓടിക്കുന്നോ ഞാൻ ഓടിക്കണോ? ഞാൻ പ്രാർത്ഥിക്കാൻ പോയതാന്ന്, അല്ലെ ഗൂഗിളിൻ്റെ ക്ലാസ് എടുക്കാൻ പോയതല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ എന്താ മനസ്സിലാക്കേണ്ട? എല്ലാ പ്രതിസന്ധിക്കും എതിരെ വിശ്വാസം പറയണം. ഇവിടെ ഈ കൊച്ചു കാണുക, ഈ അപ്പം പറയുക, നോക്കിക്കേ ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചേ. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടാനും പോകുകയും വരികയും ചെയ്യുവാനും, പോകാനും വരാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഉണ്ട്. ഇത് കണ്ടാണ് ആര് വളർന്നേ? എന്നിട്ട് താഴോട്ട് വായിക്കുന്നില്ല. ഞാൻ വായിച്ചാൽ പിന്നെ ആ ഭാഗത്തു നിന്ന് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ താഴോട്ട് വായിക്കുന്നില്ല. അവൻ ചോദിച്ചത് യോശുവ അവന് കൊടുത്തെന്ന. സ്തോത്രം. ചുരുക്കി അങ്ങ് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇത് കണ്ട് അമ്മി വളർന്ന മോള്, അമ്മി സ്തോത്രം, തെക്കേദേശം കൊടുത്തപ്പം അമ്മി ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അപ്പൻ നല്ലവനാ, എന്നാ ചോദിച്ചാലും തരും. എൻ്റെ അപ്പൻ കണ്ടോ, ഒരു മോടെ അറിവ്, അവിടെ അപ്പൻ നല്ലവനാ. ഇന്നിത് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോ, എൻ്റെ അപ്പൻ നല്ലവനാ, എന്നാ ചോദിച്ചാലും എൻ്റെ അപ്പൻ തരും. സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് നിന്റെ ലൈഫിൽ തന്നതിൻ്റെ മണ്ടൽ ഒന്നുകൂടെ ഒരു അനുഗ്രഹം ആഡ് ചെയ്യാൻ പോവാ. നിങ്ങൾ റെഡിയാണോ ഈ ദൂതിനെ റിസീവ് ചെയ്യാൻ? എൻ്റെ ഉള്ളിൽ ഈ ദൂത് ഇടപെട്ടുകൊണ്ടിരിക്കുക. നീ ജനിച്ച പിന്നെ ഇതുവരെ പകർന്നതിൻ്റെ മുകളിൽ അപ്പ ഒരനുഗ്രഹം കൂടെ എനിക്ക് താഴപ്പ. എത്ര പേര് ആമീൻ പറയും? ഇന്ന് ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് ആമീൻ, നീ ജനിച്ച പിന്നെ ഇതുവരെ പകർന്ന അനുഗ്രഹങ്ങളുടെ മുകളിൽ ഒരനുഗ്രഹം കൂടെ. ഓ, എത്ര പേര് അതിന് ആമീൻ പറയും? ആമീൻ. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തു പറ, ഒരനുഗ്രഹം കൂടെ ചോദിക്കാൻ പറ. ഈ സ്തോത്രം നോക്കി, ഈ അനുഗ്രഹം അമ്മി കണ്ടു വളർന്ന ഈ കൊച്ചി എന്നേച്ച് സ്തോത്രം ശ്രദ്ധിച്ചു കേൾക്കണം. അമ്മി അവിടെ ഭർത്താവിനോട് പറയുക, എൻ്റെ അപ്പൻ നല്ലവനാ, ഒരനുഗ്രഹം കൂടെ ചോദിച്ചാൽ തരും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. സ്തോത്രം. ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം സ്തോത്രം സ്തോത്രം ഇനി നമ്മൾ ആ ഭാഗങ്ങളിലോട്ട് പോകുക. ബൈബിൾ നമ്മൾ പഠിക്കുമ്പം പത്രോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്യമുണ്ട്, കാണാതറിയാവുന്ന വായിക്കേണ്ട, നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ മതി. വാക്യം ഇങ്ങനെ, നമ്മളെ അനുഗ്രഹം അനുഭവിക്കാനാ വിളിച്ചത്. എന്തുവാ അനുഗ്രഹം? സ്തോത്രം. ശ്രദ്ധിക്കണം, നിന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് അനുഗ്രഹം കിട്ടിയെന്ന് പറയാനല്ല വിളിച്ചത്, മറ്റൊരാളുടെ അനുഗ്രഹം കാണാനല്ല വിളിച്ചത്, അനുഗ്രഹം സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാനാ വിളിച്ചത്. എത്ര പേര് ആമീൻ പറയും? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കണം? എത്ര പേര് തയ്യാറാ? നിന്റെ സന്തതി പറയണ, എൻ്റെ അപ്പൻ്റെ കാലത്ത് തുടങ്ങിയ അനുഗ്രഹമാ, ഇന്നും അത് വറ്റാത്ത ഉറവ പോലെ എൻ്റെ വീടിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ദൈവാത്മാവ് ഒരു ഉറപ്പ് തരുന്നു, ചില കുടുംബങ്ങളിൽ ദൈവം തുടങ്ങട്ടെ ഈ പ്രാർത്ഥനയിൽ. അമ്മി, നിന്റെ സന്തതി പറയട്ടെ, നിന്റെ സന്തതി പറയട്ടെ, എൻ്റെ അപ്പൻ്റെ കാലത്ത് തുടങ്ങിയ ബ്ലെസ്സിങ്സ് ആയത്. കുറച്ച് വാക്യം പറഞ്ഞ് ദൂതിലോട്ട് വരാം. സ്തോത്രം. അപ്പൊ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാ. അപ്പൊ നമ്മളെ അനുഗ്രഹം കാണാനല്ല. എന്താണ്? എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാര്യം, ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഇന്ന് എൻ്റർ ചെയ്യണം. അതെങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെയാ ഇന്നത്തെ ദൂത്. ഇത് പറയാനാ എന്നെ ദൈവം ഇവിടെ അയച്ചത്. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്, ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ കൂടെ ചോദിക്കണം, അപ്പ ഒരനുഗ്രഹം കൂടെ. അപ്പ എന്തുവാ ഒന്ന് പറഞ്ഞ്, എനിക്ക് ഒരനുഗ്രഹം കൂടെ. അപ്പൊ ഈ ഫാസ്റ്റിംഗ് പ്രയർ 21 ദിവസം തീരുന്നതിന് മുമ്പ് എന്നെ നിന്ദിച്ചവൻ കാണത്തക്കവണ്ണം ഒരനുഗ്രഹം, എന്റെ ഗതികേട് പൊട്ടുന്ന ഒരു അനുഗ്രഹം. ഓ, യേശുവിന്റെ നാമത്തില് ആരുടെയൊക്കെ ഉള്ളിൽ ആ ദൂത് ഒരു തീ പോലെ വീഴുകയാ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, പ്രയർ കഴിയുന്നതിന് മുമ്പ് ഒരനുഗ്രഹം. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകാന് ഈ ദൂത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട്
ചില ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഞാനത് കൊണ്ടുവരട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം വായിക്കേണ്ട 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. അബ്രഹാമിനോട് പറയുന്നൊരു വാക്യമാണ്. ആരോടെങ്കിലും പറഞ്ഞതാകട്ടെ, നമുക്ക് അത് ഊർന്ന് സ്വീകരിക്കാം. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. എന്തുവാ? നിന്നെ ഞാൻ. സ്തോത്രം. അടുത്ത നിങ്ങൾ കേട്ടോണം, ഉൽപ്പത്തി പുസ്തകം 24:35. നിന്നെ ഞാൻ ഏറ്റവും അനുഗ്രഹിക്കും. എന്തുവാ? ഒന്ന് കുറച്ചേ. ഹമി ദൈവം എന്നെ അനുഗ്രഹിക്കും. ഒന്ന് പറ നെഞ്ചത്ത്. ദൈവം എന്നെ. ഒന്നുകൂടെ പറ, ദൈവം എന്നെ ഏറ്റവും അനുഗ്രഹിക്കും. സ്തോത്രം. ഇനി നമ്മളെല്ലാം കൂടെ പറയാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 24:1. ദൈവം അവനെ സകലത്തിലും അനുഗ്രഹിച്ചു. അപ്പം സ്തോത്രം. ദൈവം എങ്ങനെ അനുഗ്രഹിച്ചു? യോബിന്റെ പുസ്തകം 42:12. മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യം ഐശ്വര്യമായി അനുഗ്രഹിച്ചു. നമ്മളിതെല്ലാം കൂടെ ചേർത്ത് പറയാൻ പോവാ. ഒന്ന് നെഞ്ചത്ത് കൈവച്ചേ. ദൈവം എന്നെ അനുഗ്രഹിക്കും, ഏറ്റവും അനുഗ്രഹിക്കും, സകലത്തിലും അനുഗ്രഹിക്കും, മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിക്കും, ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഇനി ഈ അനുഗ്രഹം എങ്ങനെ വരുന്നെന്നാണ് ഇന്നത്തെ പ്രസംഗം. വാക്യം മറക്കരുത്. അപ്പ ഒരനുഗ്രഹം കൂടെ. നിങ്ങളുടെ ഉള്ളിൽ തേങ്ങിക്കൊണ്ടിരിക്കണം. അപ്പ ഒരനുഗ്രഹം കൂടെ. നീ വർഷങ്ങളായി പ്രാർത്ഥിച്ച വിഷയത്തിനകത്തൊരനുഗ്രഹം, നിന്റെ സന്തതിയുടെ കാര്യത്തിലൊരനുഗ്രഹം, നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിലൊരനുഗ്രഹം, അവിടോട്ടാണ് ഇന്ന് ദൂത് വരാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെന്താന്ന് ഒന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വരാം. മലാഖിയുടെ പ്രവചനത്തില് നമ്മൾ എല്ലാവരും എപ്പോഴും വായിക്കുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം മൊത്തം വായിക്കണ്ട, പക്ഷെ ആ വാക്യം വായിക്കണം. നിങ്ങൾ മറക്കരുത്. എങ്ങനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ദൈവം ഏറ്റവും അനുഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ദൈവം സകലത്തിലും അനുഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ദൈവം മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നത്. മലാഖിയുടെ പ്രവചനം എടുക്കാം. 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ അവിടെ തൊട്ട് ബാക്കി ഭാഗമൊക്കെ നിങ്ങൾ ഇവിടെ ചർച്ച നന്നായിട്ട് പഠിപ്പിക്കുന്ന ഭാഗം, അതുകൊണ്ട് അതൊന്നും ഞാൻ തൊടുന്നില്ല. ഇവിടെ പറയുക, ഞാൻ നിനക്ക് ആകാശത്തിന്റെ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? അപ്പൊ ഈ അനുഗ്രഹം എങ്ങനെ എഴുതിക്കുന്നത്? ഇത് പകരുകയാ. എന്താണ്? പകരുകയാ. ഈ ഫാസ്റ്റിംഗിന്റെ 5-ാമത്തെ പകൽ നിങ്ങളുടെ മേൽ ഒരു പകർച്ച ഉണ്ടാകണം. അതെന്താന്ന് പ്രസംഗിച്ചു വരും. ദൈവത്തിന് സ്തോത്രം. അപ്പം മറക്കരുത്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു വരികയാണ്. നിന്നെ ദൈവം അനുഗ്രഹിക്കും, നിന്നെ ദൈവം ഏറ്റവും അനുഗ്രഹിക്കും, ദൈവം നിന്നെ സകലത്തിലും അനുഗ്രഹിക്കും, ദൈവം നിന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിക്കും, ദൈവം നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. എങ്ങനെ ഈ അനുഗ്രഹം വരുന്നത്? മലാഖി പറയുക, ഇതൊരു പകർച്ചയാണ്. ഒരാമയും വരുന്നില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ആത്മാവ് പറയുക, വർഷങ്ങൾ കൊണ്ട് നിന്റെ കുടുംബത്തോട് വാദിക്കുന്ന ദുഷ്ടശക്തികളെ വഴിമാറ്റിക്കൊണ്ട് നിന്റെ കൂടാരത്തിനകത്തേക്ക് ഒരനുഗ്രഹത്തിന്റെ പകർച്ചയെ. ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലത് പകരണമേ, എൻ്റെ കുടുംബത്തിനകത്തത് പകരണമേ. ഓ ഹല്ലേലൂയ. നീ കൊതിച്ചിരുന്ന അനുഗ്രഹം, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹം, നീ ദൈവത്തോട് ചോദിച്ച അനുഗ്രഹം തലമുറയായി പകരാമെന്ന് ദൈവം പറഞ്ഞ അനുഗ്രഹം ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ പകരപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. ഞാനൊരു ആത്മീക വെളിപ്പാട് കണ്ടോണ്ടാ പറയുന്നത്. ഈ സഭയുടെ മേൽ ഒരു പകർച്ച നടക്കാൻ പോവാ. കഴിഞ്ഞ നാളുകളിൽ വെളിപ്പെട്ടതിനേക്കാൾ വലിയൊരു പകർച്ച. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഇന്ന് മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഒരു പകർച്ച വെളിപ്പെടുന്നത് കാണാൻ എത്ര പേര് റെഡിയാണ്? ഓ ഹല്ലേലൂയ. നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞേ, ദൈവം പകരണേ പകരണേ എന്നൊന്ന് പറഞ്ഞേ. ഓ കർത്താവേ പകരണേ പകരണേ. റബ്ബന ഹദല ബൗഡമനഗസിയ. ദൈവത്തിന് സ്തോത്രം. എന്തുവാ പകരുന്ന? അനുഗ്രഹം പകരാൻ പോവാ. എവിടുന്ന? ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിന്റെ മേൽ അനുഗ്രഹം പകരും. ഓ ഹല്ലേലൂയ.
നിന്റെ ഗതികേട് മാറത്തില്ലെന്ന് എല്ലാവരും വിധി പറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന നീ പറയണം, ഇന്നത്തെ ആരാധനയ്ക്ക് നടുവിൽ ഒരു പകർച്ച ഇറങ്ങാൻ പോവുക. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എവിടൊക്കെയോ ഒരു പകർച്ച ഞാൻ ആത്മാവിൽ കാണുകയാ. എവിടൊക്കെയോ ഒരു ആത്മാവിന്റെ പകർച്ച, ഓ പരിശുദ്ധാത്മാവിന്റെ പകർച്ച, അഭിഷേകത്തിന്റെ പകർച്ച, അഗ്നിയുടെ പകർച്ച. യെസ്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹരോന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം അത് താടി വഴി ഒഴുകി വസ്ത്രത്തിന്റെ വെലുമ്പ് വരെ ഒഴുകി ഇറങ്ങിയതുപോലെ ഇന്നിവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേലൊരു പകർച്ച വരാൻ പോവുക. ഇങ്ങനെ ദൈവം ഒരാളെ അനുഗ്രഹിക്കുമോ, ഇങ്ങനെ ഒരാളെ അഭിഷേകം ചെയ്യുമോ എന്ന് ചോദിക്കത്തക്ക നിലയില് ഈ 5-ാമത്തെ പകല് ആത്മാവ് പറയുന്നു, ആമി കൊതിയോടെ ചോദീര്, നിന്റെ അപ്പൻ നല്ലവനാണ്, ചോദിച്ച തരുന്നവനാണ്. അപ്പാ ഒരനുഗ്രഹം കൂടെ. ഓ ഹല്ലേലൂയ. ഇന്ന് വീട്ടിൽ പോയാലും ആമി എന്നും കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുമല്ലയോ. ഇന്ന് ദൈവത്തിന് സ്തോത്രം, ബെഡൊക്കെ പിരിച്ചിട്ടച്ച് ബെഡിന് ചുറ്റും നടന്നേച്ച് പറഞ്ഞ, അപ്പാ ഒരനുഗ്രഹം കൂടെ, അപ്പാ ഒരനുഗ്രഹം കൂടെ, അപ്പാ മുട്ടുകുത്തി, അപ്പാ ഒരനുഗ്രഹം കൂടെ, അപ്പാ ഇതുവരെ നീ എനിക്ക് തന്നതെല്ലാം ബെസ്റ്റാ, ഒരനുഗ്രഹം കൂടെ എനിക്ക് വേണം അപ്പാ. ഈ ചർച്ചിന്റെ അന്തരീക്ഷം മാറണം. ഇതിനകത്ത് ദൈവത്തിന് വലിയ പകർച്ച നടക്കണം. അനുഗ്രഹം പകരപ്പെടാൻ പോവാ ചിലരില്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ പ്രവാചകൻ പ്രവചിക്കുക, ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം എന്ത് പകരും? അനുഗ്രഹം പകരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിന്റെ പകുതി ഭാഗം പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെ ഞാൻ പകരും. അത് നിന്നിൽ മാത്രമല്ല, നിന്റെ സന്തതികളിലും പകരും. എത്ര പേര് അതിന് ആമീൻ പറയും? അപ്പൊ നിന്നിൽ ഇത് നിൽക്കത്തില്ല, ഈ പകർച്ച നിന്റെ സന്തതിയിലേക്ക് പകരപ്പെടുക. ഓ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ആത്മാവ് പറയുകയാണ്, നിന്റെ കുഞ്ഞിനെ കുറിച്ച് ആശങ്ക വേണ്ട, നിന്റെ വീടിനെ കുറിച്ച് ആശങ്ക വേണ്ട. ഇന്ന് ആരാധനയ്ക്ക് നടുവില് മഴ പെയ്തിറങ്ങുന്നത് പോലെ മഞ്ഞ്. ഓ എനിക്ക് നിങ്ങൾ കൈയടിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഒരു പകർച്ച നിങ്ങളുടെ മേൽ ഇറങ്ങിയാൽ, ഒരു പകർച്ച നിങ്ങളുടെ മേൽ ഇറങ്ങിയാൽ എന്ന് അനുഗ്രഹിക്കപ്പെടുമെന്നൊരു ചോദ്യവുമായിട്ട് നീ ദൈവത്തിന് മുമ്പിൽ എത്ര വർഷമായിട്ട് നിൽക്കുക? ദൈവം പറയുക, ഇത് നിന്റെ സീസണാണ്, ഇത് നിന്റെ ആരെയും ഫലമേൽപ്പിക്കാത്ത ചിലത് നിന്നെ ഫലമേൽപ്പിക്കാൻ പോകുകയാ. സ്ഥലം പോരാതെ വരുവോളം, സ്ഥലം പോരാ. ആ വചനത്തിനകത്ത് ഒന്ന് സന്തോഷിച്ചേ, കർത്താവേ ഒരനുഗ്രഹം കൂടെ താപ്പ. ഓ ഹല്ലേലൂയ. അപ്പം വായിക്കുക, ആ അനുഗ്രഹം നിന്നിൽ നിൽക്കത്തില്ല, പിന്നെ എവിടെ നിൽക്കും? നിന്റെ സന്തതിയിലേക്ക് ഇത് പകരും. ഓ എത്ര പേര് ആമീൻ പറയും? ആമീൻ. നീ പറഞ്ഞിട്ട് കേൾക്കാത്ത നിന്റെ സന്തതി, ദൈവത്തിന്റെ യഥാർത്ഥ റൂട്ടിലേക്ക് വരാത്ത നിന്റെ സന്തതിയുടെ മേൽ താമസവന് ഒരു പകർച്ചയുണ്ടാകും. ഓ കർത്താവേ, അത് എൻ്റെ മേൽ പകർന്നാ പോരാ, നിന്റെ മോന്റെ പേര് എഴുതി വെച്ച് പറ, അവന്റെ മേലൊന്ന് പകരട്ടെ. ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് നിന്റെ മേലത് പകരട്ടെ, നിന്റെ സന്തതിയുടെ മേലത് പകരട്ടെ. സദൃശവാക്യം 10-ാം അധ്യായം 6-ാം വാക്യം എവിടാ പകരുന്നേ? അത് നീതിമാന്റെ ശിരസിന്മേൽ പകരുവെന്നാ ബൈബിൾ. ഹല്ലേലൂയ. എവിടാ ഈ പകർച്ച വരുന്നേ? നിന്റെ ശിരസിന്മേൽ പകരാൻ പോവാ. വചനത്തിന്റെ വെളിപ്പാട് നിന്നോട് പറയുക. ദൈവത്തിന് സ്തോത്രം. ഇന്നൊരു അനുഗ്രഹം ചോദിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. എത്ര പേര് പറയും, കർത്താവേ എനിക്കൊരു അനുഗ്രഹം തരണമേ? ഹല്ലേലൂയ. നിങ്ങൾ വേദപുസ്തകം മുഴുവൻ അങ്ങ് പകർച്ചയാ. ഇന്നിവിടെയും പകർച്ചയാ. നിങ്ങൾ നോക്കിയേ, ഒരു മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പം അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളന്മാരവനെ എന്ത് ചെയ്തെന്നറിയാമോ? ആമി സ്തോത്രം, അവൻ്റെ വസ്ത്രം അഴിച്ചെടുത്തു, എന്നിട്ട് അവനെ മുറിവേൽപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അർത്ഥപ്രാണനായി വഴിയിൽ വിട്ടേച്ചു പോയി. നിങ്ങൾ നോക്കിക്കേ, ആ വഴി ആമി പലരും വന്നുപോയി. അവസാനം ഒരു നല്ല ശമരിയാക്കാരൻ വന്നു. ശമരിയാക്കാരൻ വന്നിട്ട് ചെയ്ത് കേൾക്കണോ? അവൻ്റെ വാഹന മൃഗത്തിൽ നിന്ന് ഇറങ്ങി മുറിവേറ്റ് കിടക്കുന്നവൻ, ഒരിക്കലും ഉണങ്ങാത്ത മുറിവുള്ളവൻ്റെ മുറിവിനകത്തോട്ട് ഈ നല്ല ശമരിയാക്കാരൻ്റെ കയ്യിൽ മുറിവിൽ പകരാൻ പറ്റിയ എണ്ണയുണ്ട്.
സ്തോത്രം. ഞാൻ ഒരു ദൂതൂടെ പറയാ, ഒരിക്കലും വാടാത്ത ചില മുറിവുകളുടെ മേൽ ഇന്നൊരു എണ്ണയുടെ പകർച്ചയുണ്ട്. ഓ, തിരിച്ചറിഞ്ഞു. സ്തോത്രം ചെയ്യ. ഒരു ജന്മം മുഴുവൻ കരഞ്ഞോണ്ടിരുന്നോട്ടെ, ഒരു ജന്മം മുഴുവൻ വിലപിച്ചോണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു സങ്കടപ്പെട്ടോണ്ടിരിക്കുന്ന ചിലരോട് പറയുക, ഇന്ന് നിന്റെ അകത്ത്. ഞാന് കുവൈറ്റിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ പോയ സമയത്ത് ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു. അവര് നാട്ടിൽ വന്ന് ദൈവത്തിന് സ്തോത്രം സെറ്റിലായി എന്ന് അറിയാനിടയായി. ഒരു ദിവസം ഞാൻ സ്തോത്രം ഒരു സ്ഥലത്ത് ദൈവവചനം പ്രസംഗിക്കാൻ പോയപ്പം അവരെന്നെ കാണാനായിട്ട് ആ അങ്കിള് വന്നു. അങ്കിള് വന്നിട്ട് എന്നോട് പറഞ്ഞു, സ്തോത്രം, അന്ന് അവർ 1-2 പ്രേയറിനൊക്കെ വന്നു കൂടിയവരാ. പിന്നെ അവർ പിന്മാറ്റത്തിലൊക്കെ പോയി. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി എന്ത് ചെയ്തെന്ന് ചോദിച്ചവൻ പറഞ്ഞു, ആൻറ്റി വീട്ടിലുണ്ട്, ഞങ്ങളോട് ഇച്ചിരിയെങ്കിലും ഇഷ്ടമുണ്ട്, ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു, എനിക്ക് അന്ന് വരാൻ പറ്റത്തില്ല, മറ്റൊരു ദിവസം ഞാൻ ഇവരുടെ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് കൂടെ പാസ് ചെയ്യുന്നുണ്ട്, അവിടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ആ സ്ത്രീ മുടിയൊന്നും ചെയ്യാതെ, സ്തോത്രം, വസ്ത്രമൊന്നും പ്രോപ്പറായിട്ട് ധരിക്കാതെ, 10-60 വയസ്സുണ്ട്, സ്തോത്രം, കണ്ണെല്ലാം കുഴിഞ്ഞ്. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? പാസ്റ്റർ, ഒരു മോളെ ഉള്ളായിരുന്നു, അവൾ ഈ വീടിനകത്ത് ആത്മഹത്യ ചെയ്തു. ഞാൻ ചോദിച്ചു, എന്ന്? 9 വർഷമായി. 9 വർഷം കൊണ്ട് എൻ്റെ ഭാര്യ നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. പക്ഷക്കറിയാവോ, എൻ്റെ ഭാര്യയ്ക്ക് 74 കിലോ ഉണ്ടായിരുന്നു, ഇപ്പം 46 കിലോയേ ഉള്ളൂ. ഉരുകി തീരുക. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ഒരുങ്ങി എൻ്റെ കൂടെ വന്നാട്ടെ, നമുക്കിന്ന് മീറ്റിങ്ങിന് പോവാം. പുള്ളിക്കാരത്തി ഞാൻ വരുന്നില്ല. അല്ല ആൻറ്റി വരണം. ഞാൻ നിർബന്ധിച്ചു. അവരൊരുങ്ങി, അവരാ യോഗത്തിൽ വന്നു. ഓ, ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ട സ്ത്രീ പൊട്ടിക്കരയുക, അലറിക്കരയുക. ഞാൻ പ്രസംഗിച്ചത് അവർക്ക് അവരുടെ വിഷയത്തിന് ആശ്വാസം കിട്ടുന്നത് ഒരു വാക്യവുമല്ല. അവൻ വിശുദ്ധരാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്നായിരുന്നു അന്നത്തെ എൻ്റെ പ്രസംഗം. അതിനകത്ത് മുറിവണക്കുന്ന ഒരു ദൂതുമില്ല. പക്ഷെ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു, അലറി നിലവിളിച്ചു. സ്തോത്രം. യോഗത്തിനിടയ്ക്ക് എഴുന്നേറ്റത് എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് മുട്ട വീണു. വലിയ ആൾക്കൂട്ടമായിട്ട് ആരും ശ്രദ്ധിച്ചില്ല. യോഗം കഴിഞ്ഞ് അവരവരുടെ വണ്ടിയിൽ പോയി. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററേ, എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര വിടുതലായി. അതെന്നാ? തിരിച്ചു വരുമ്പോൾ അവിടെ തുണിക്കടയിൽ കയറി 9 സാരി ആവശ്യമുള്ള ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങുക. 9 വർഷം എൻ്റെ കുടുംബത്തിനേറ്റ മുറിവ്. ഞാനൊരു ദൂത് പറയാം, നിന്റെ മുറിവിനകത്ത് എണ്ണയുടെ പകർച്ച. ഇനി ഉണങ്ങത്തില്ലെന്ന് പറഞ്ഞ മുറിവ്, ശത്രു ഏൽപ്പിച്ച മുറിവ്, നഷ്ടങ്ങളുടെ മുറിവ്, പരാജയത്തിന്റെ മുറിവ്, അതിനകത്ത് ഒരു എണ്ണയുടെ പകർച്ച. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ, ഈ ദൂത് മറ്റൊരു തലത്തിലേക്ക് പോകുകയാ. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, മുറിവേറ്റ ചില ഹൃദയങ്ങൾക്കകത്ത് ഇന്നൊരു എണ്ണയുടെ പകർച്ച. നീ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ആ മുറിവ് ഉടനെ ഉണങ്ങും. ഏതു വീട്ടിൽ നീ കരഞ്ഞോണ്ടിരുന്നോ ആ വീട്ടിൽ നീ ചിരിച്ചോണ്ടിരിക്കും. ഏതു വീട്ടിൽ നീ സങ്കടം, യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. തലമുറയോട് ബന്ധപ്പെട്ട്, കുടുംബത്തോട് ബന്ധപ്പെട്ട്, വീടിനോട് ബന്ധപ്പെട്ട് ആഴത്തിൽ മുറിവേൽക്കപ്പെട്ട ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ആത്മാവ് പറയുക, ഒന്ന് ഏൽപ്പിച്ചു തന്നോ, ഇതൊരു പകർച്ചയുടെ ദിവസമാണ്. വീഞ്ഞിന്റെ പകർച്ച, നിന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ വീഞ്ഞിന്റെ പകർച്ച. നിന്റെ മുറിവിനെ ഉണക്കുവാൻ എണ്ണയുടെ പകർച്ച. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നൊരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ കോട്ടയത്തെ ചർച്ചിനകത്ത് ഒരു മോളെ കൊണ്ട് നിർത്തി. ഞാൻ അവിടെ ചരിത്രം ചോദിച്ചപ്പം അവളെ ബസ് കയറ്റി വിട്ടിട്ട് അവിടെ ഭർത്താവ് ബൈക്ക് എടുത്ത് പോകുമ്പോൾ ഒരു ബസ് വന്ന് ഭർത്താവിൻ്റെ ദേഹത്തൂടെ കയറിപ്പോയി. അയാൾ അന്നേരം മരിച്ചുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചേ, മരണ വാർത്ത അറിഞ്ഞ് പുറകെ വണ്ടി വന്ന് അവളെ അടുത്ത് ആ ബസ് എന്ന് ഇറക്കിക്കൊണ്ടുവന്നു. ഭർത്താവിൻ്റെ ബോഡിയുടെ അടുക്കൽ വന്ന് ഭർത്താവിന് ഒരു ചുംബനം പോലും കൊടുക്കാൻ പറ്റി ഇങ്ങനെ നോക്കി നിൽക്കുക. ഡെഡ് ബോഡിയുടെ മുമ്പിൽ
ഇങ്ങനെ നോക്കി നിൽക്കുക, കരയുന്നില്ല, സങ്കടപ്പെടുന്നില്ല. അടക്കം കഴിഞ്ഞ് 3-ാം ദിവസം ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ മാനസിക നില വഷളായിപ്പോയി, ഒന്നിൽ ഇവൾ ഭ്രാന്തിയാവും, അല്ലെങ്കിൽ ഒരു ഡിപ്രഷനുള്ള പേഷ്യൻ്റായിട്ട് മാറും. ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്ത് ചെയ്യണം? ഏതെങ്കിലും പ്രാർത്ഥനാ സ്ഥലത്ത് പോവും, അവളൊന്ന് കരഞ്ഞാ വിടുതലാ. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിനക്കൊരു ഇന്നർ ഹീലിംഗ്, ഒരു ആന്തരിക സൗഖ്യം ഇന്ന് നിനക്കുണ്ടാകണം. ഇവിടെ നീ ഇങ്ങനെ എന്നും കരഞ്ഞോണ്ട് നടക്കരുത്. ചില ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ചിലർക്ക് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഇത് അനുഭവിക്കാൻ ദൈവം എന്നെ വിളിച്ചതാ. ഞാൻ തുറന്നു പറയാം, അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ കരഞ്ഞു തീർത്തോളാം, ഞാൻ വഹിച്ചോളാം പാസ്റ്ററെ. അങ്ങനൊന്നും വഹിക്കണ്ട, കർത്താവ് വഹിക്കാവുന്ന വചനം. നിന്റെ ഭാരം എന്തോ ചെയ്യാനാ? ദൈവത്തിന്റെ മേലിട്, അവൻ നിന്നെ പുലർത്തുവന്ന. നിങ്ങൾ നോക്കിയേ, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാ എല്ലാ ദിവസവും നിന്നെ കരയിപ്പിച്ച് വീട്ടിയിരുത്തണം. പക്ഷേ മുറിക്കാൻ അവന് കഴിയുമെങ്കിൽ മുറിവിന്മേൽ എണ്ണ പകരാൻ കഴിവുള്ളവൻ ഇവിടെ ഉണ്ടെന്ന്. നിന്നെ ഒന്ന് ഉണർത്തിയെടുത്താൽ നിന്റെ അകത്ത് വിത്ത് കിടപ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇപ്പൊ എല്ലാ വീടുകളിലൊക്കെ കോറലൊക്കെ ഇട്ടുകൊണ്ട് കാണത്തില്ല. പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, മിറ്റമൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ചൂട് സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ മിറ്റത്ത് ഒരൊറ്റ പച്ചനാമ്പ് പോലും ഇല്ലെന്ന് കരുതി അമ്മി കിളിക്കത്തില്ലെന്നാണോ? ഒരു മഴ പെയ്യണം, അന്നേരം അറിയുന്ന ഇവിടെ വിത്ത് വല്ലതും കിടപ്പുണ്ടോ. കണ്ടോ അമ്മി, നിന്റെ ലൈഫിന്റെ മരുഭൂമി പൊട്ടണമെങ്കിൽ നിന്റെ അകത്തിന്നൊരു പകർച്ച ഉണ്ടാകണം. അകത്ത് പകർന്നാൽ അമ്മി മേൽമണ്ണിന്റെ മൂടിയ കീറിക്കൊണ്ട് മുള പുറത്തു വരും. നിന്റെ അകത്തൊരു പ്രവാചക വിത്ത് കിടപ്പുണ്ട്, നിന്റെ അകത്തൊരു ദർശനത്തിന്. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യ്. ഇന്നിവിടെ ആമി ദൈവത്തിന് സ്തോത്രം. ചിലരുടെ മേൽ എന്റെ വചനം മഴ പോലെ പെയ്യാൻ പോവുക. പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. വിശ്വസിക്കൊരു പകർച്ച നടക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിന്റെ ശിരസിന്മേൽ യേശുവിന്റെ നാമത്തിൽ കണ്ടോ ചില മുറിവുകളുടെ മേൽ എനിക്ക് ആത്മാവി കാണാം. നീ കരഞ്ഞോണ്ടിരിക്കണ്ട, ഞാൻ ഇങ്ങനെ ഗതികെട്ട് പോയല്ലോ. നോ നോ, ആ ചരിത്രം തിരിയുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആത്മാവ് പറയാ, നീ കരഞ്ഞത് മതി. ഇന്ന് നിന്റെ മുറിവിനകത്തോട്ട് ഒരെണ്ണയുടെ പകർച്ച. ആ മകളെ കൊണ്ട് യോഗത്തിനിരുത്തി, അവള് കരയുന്നില്ല. 1-ാമത്തെ ആഴ്ച കരഞ്ഞില്ല, 2-ാമത്തെ ആഴ്ച കരഞ്ഞില്ല. ഞാൻ ആ കൊച്ചനെ വിളിച്ചു വെച്ച് വല്ല മാറ്റമുണ്ട്? ഒരു മാറ്റവും ഇല്ല. പക്ഷെ 3-ാമത്തെ ആഴ്ച ആ സഭ കിടുങ്ങത്തക്കവണ്ണം ആ കൊച്ച് അലറി കരയാൻ തുടങ്ങി. ജീസസ്, ചുരുക്കി പറയാ, അന്ന് ആ കൊച്ചിന് വിടുതൽ കിട്ടി. നമ്മൾ പറയുന്ന ഒരു വചനം ആശ്വാസവാക്കായിരിക്കത്തില്ല, പക്ഷെ വചനത്തിനിടയ്ക്ക് പകർച്ച നടക്കും. നിന്റെ മുറിവിനെ ഉണക്കിയേ പറ്റൂ ദൈവത്തിന്. ആ എവിടൊക്കെയോ ഒരെണ്ണയുടെ പകർച്ച. രഥസിഖമന, കരഞ്ഞോണ്ടിരുന്നത് മതി, തലകുനിച്ചിരുന്നത് മതി. ഇനിയും നീ ആ വിഷയത്തിൽ കരയണ്ട. നിന്റെ മുറിവ് ഉണങ്ങുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാം സ്വർഗം വരെ പോയ പൗലോസ്ലീഹ റോമിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ, സ്തോത്രം, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഈടുറ്റൊരു വാക്യം എഴുതി. ദൈവസ്നേഹം നമ്മളിലേക്ക് കൊണ്ടുവന്നത് ഒരു പകർച്ചയായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. 5-ാം അധ്യായം 5-ാം വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് വന്നത്, ദൈവത്തിന് സ്തോത്രം.
ആമീൻ. പൗലോസ് പറയാണ് ഒരു പകർച്ചയാണ്. ഹല്ലേലൂയ. നോക്കിയേ, മുറിവിന്മേൽ എണ്ണയുടെ പകർച്ച. സ്തോത്രം. കൊതിക്കുന്നവന്റെ മേൽ അനുഗ്രഹത്തിന്റെ പകർച്ച. സ്തോത്രം. കർത്താവിന്റെ സ്നേഹം ഹൃദയത്തിനകത്തേക്ക് പകരുക. സ്തോത്രം. തീർന്നില്ല, പകർച്ചകളുടെ എണ്ണത്തിലോട്ട് നമ്മളൊന്ന് കയറാൻ പോവുക. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക, നിന്റെ അവസ്ഥ മാറ്റുന്ന ഒരു പകർച്ച. വചനം മറക്കരുത്. അപ്പാ ഒരനുഗ്രഹം. ഇതെങ്ങനാ വരുന്നതെന്നാ പറയുന്നേ. സ്തോത്രം. ഇന്ന് ഈ പ്രയർ തീരുന്നതിന് മുമ്പ് ആത്മാവിന് നിന്നോട് പറയാനുണ്ട്, നിന്റെ മേലൊരു അനുഗ്രഹം പകർന്നേ പറ്റൂ. എത്ര പേര് അതിന് ആമീൻ പറയും? സ്തോത്രം. ആമീൻ. മൂന്നാമത്തെ കാര്യത്തിലോട്ട് നിങ്ങളുടെ ചിന്ത കൊണ്ടുവരിക. അവിടെ നിന്നോണ്ട് ഈ ദൂതിനെ ഇച്ചിരുന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമുക്കത് വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തേ, 32-ാം അധ്യായം എടുത്തേ, 15-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ചിന്ത തുടങ്ങാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ചിന്ത തുടങ്ങാം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പ്രവാചകൻ പ്രവചിക്കുക. നിന്റെ മേൽ വരാൻ പോകുന്ന അടുത്ത പകർച്ചയാണ് ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരാൻ പോവുക. അന്നേരം എന്തോ സംഭവിക്കും? അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. അപ്പോൾ നിന്റെ മരുഭൂമി ഉദ്യാനമായി തീരും. ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഉദ്യാനമെല്ലാം വനമായി എണ്ണപ്പെടും. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. മുറിവിന്മേൽ എണ്ണയുടെ പകർച്ചയാണെങ്കിൽ, ഹൃദയത്തിന്മേൽ ദൈവസ്നേഹത്തിന്റെ പകർച്ചയാണെങ്കിൽ, ഇനിയും നിന്റെ മേൽ വരാൻ പോകുന്ന പകർച്ചയാണ് ആത്മാവിന്റെ പകർച്ച. ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തേച്ച് പറ, നിന്റെ മരുഭൂമിയൊക്കെ ഉദ്യാനമാകാൻ പോവാന്ന് പറ. ചിരിച്ചുകൊണ്ട് പറ, നിന്റെ മരുഭൂമിയൊക്കെ പൊട്ടാൻ പോവുക. ജീവിതത്തിന്റെ മരുഭൂമികളെ മാറ്റുവാൻ പ്രവാചകൻ പ്രവചിക്കുക. സ്തോത്രം. ഉയരത്തിൽ നിന്ന് ആത്മാവ് നിന്റെ മേൽ വരാൻ പോവുക. പെന്തിക്കോസ് നാളിൽ 120 പേരോട് മാളിക മുറിക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ആത്മപകർച്ചയുണ്ടായി. സ്തോത്രം. പകർച്ചയെ കുറിച്ച് സ്തോത്രം. ഈ വലിയ മുഴക്കം കേട്ടപ്പോൾ എല്ലാവരും വന്നുകൂടിയവരെല്ലാം കണ്ടൊരു കാഴ്ച. സ്തോത്രം. വന്നവരുടെ ഭാഷയിൽ ഇരുന്നവർ സംസാരിക്കുന്നു. അപ്പം പറഞ്ഞത് വീഞ്ഞാന്നൊക്കെ പറഞ്ഞപ്പം പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുക, ഇത് വീഞ്ഞൊന്നുമല്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി പിതാവിന്റെ ഇന്ന് വാങ്ങി പകർന്നു തന്നതായത്. ഒരാമീൻ വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ദൂത് തരിക, നിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു പകർച്ച ഇന്നിവിടെ ഉണ്ടാകണം. നിന്റെ സ്തോത്രം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ബാക്കി പറയാമോ? നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ട്രൈനസ് ആയി കിടക്കുന്ന ചില മേഖലകളിൽ ഇന്നൊരു പകർച്ച നടക്കാൻ പോവുക. കൊതിയുണ്ടോ നിനക്ക്? കർത്താവേ, ആത്മാവിന്റെ പകർച്ച. മാളിക മുറിയിൽ പകർന്ന പകർച്ച. ചില ഹൃദയങ്ങൾക്കകത്ത് ഒരു വലിയ പകർച്ച പരിശുദ്ധാത്മാവ് കൊണ്ടുവരിക. ഇന്നിവിടെ വിശ്വാസമുണ്ടോ? ഇന്ന് ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ഒരു ദൈവസ്നേഹത്തിന്റെ പകർച്ച, ഒരു എണ്ണയുടെ പകർച്ച, ഒരു അനുഗ്രഹത്തിന്റെ പകർച്ച. ഞാൻ പെട്ടെന്ന് ഈ സൂപ്പർ ഫാസ്റ്റ് പോലെ പോകുന്നതിന്റെ കാരണം ഒരു ദൂതിലോട്ട് വരാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് സ്തോത്രം. വിശ്വാസമുണ്ടോ? ഇന്നൊരു പകർച്ച നടക്കും. അനുഗ്രഹത്തിന്റെ പകർച്ച, എണ്ണയുടെ പകർച്ച, സ്നേഹത്തിന്റെ പകർച്ച. തീർന്നില്ല, പരിശുദ്ധാത്മാവിന്റെ പകർച്ച. മോശെ ഒരിക്കൽ കർത്താവിനോട് ഭയങ്കര പരാതി പറഞ്ഞു, കർത്താവേ, എനിക്ക് പറ്റുകയല്ല. കാരണം വേദപുസ്തകത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലീഡർഷിപ്പിൽ ഒരു ലീഡർഷിപ്പായി മോശയുടെ ലീഡർഷിപ്പ്. എത്ര ലക്ഷം ജനത്തെയാ നമുക്ക് 10,000-5,000 പേരെ കൂട്ടാൻ എന്നാ പാടാ. 10,000-20,000 പേരുണ്ടെങ്കിൽ അയ്യോ എത്ര ലക്ഷം പേരാ. ഞാനിന്ന് രാവിലെ സുനിൽ പാസ്റ്ററോട് പറഞ്ഞു, സ്തോത്രം, ഈ കോവിഡ് സമയമായപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇവിടെ അത്രയും പ്രശ്നം ഉണ്ടായോ എന്ന് എനിക്കറിയത്തില്ല. കേരളത്തിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. എല്ലാ സ്ഥലത്തും സ്തോത്രം
ആരും ജോലിക്ക് പോകുന്നില്ല, എല്ലാവരും പെരയ്ക്കകത്തിരിക്കുക. സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഓപ്പൺ ചെയ്തു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിൽ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കിയായിരുന്നു. അവിടെ 100 പേരാ കുക്ക് ചെയ്യുന്നത്. എത്ര പേരാ? 100 പേര്. സ്തോത്രം. ആ 100 പേര് പഞ്ചായത്തിൻ്റെ വണ്ടി രാവിലെ വരും. സവാള, ഉരുളക്കിഴങ്ങ്, പിന്നെ വെണ്ടയ്ക്ക, വഴുതനങ്ങ, പയറ്, ചെറുപയറ്, ഇതെല്ലാം വരിക. 100 പേര് മാസ്ക് വെച്ചുകൊണ്ട് ഇത് ഉണ്ടാക്കുക. വൈകിട്ട് വേസ്റ്റ് എടുക്കാൻ അതിനെക്കാട്ടി വലിയ വണ്ടി വരും. 1000 പേർക്ക് രാവിലെ ചപ്പാത്തിയും കടലക്കറി, ഉച്ചയ്ക്ക് ചോറും സാമ്പാറും അവിയലും ഒക്കെ, വൈകിട്ട് രാത്രി വണ്ടി വരും കൊണ്ടുപോകാൻ. പിറ്റേന്നും ഉണ്ടാക്കുക. എത്ര? 1000 പേർക്ക്. മോശയുടെ വല്ലതും അങ്ങനെ കമ്മ്യൂണിറ്റി കിച്ചൻ വല്ലതും ഉണ്ടാക്കിയായിരുന്ന ആഹാരം ഉണ്ടാക്കി ഊപ്പാട് വന്നേ. ദൈവം അതെന്ത് സിമ്പിളായിട്ടാണ് ഓരോരുത്തരുടെ വീട്ടുമുറ്റത്ത് അങ്ങോട്ട് പൊഴിച്ചു കൊടുത്തേച്ച് പറഞ്ഞു, ഓരോരുത്തരും കുക്ക് ചെയ്തോളാം. അതുകൊണ്ടാണ് വലുസം നിങ്ങൾക്ക് ദൈവത്തെ എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിന്റെ ഇടപാട് എങ്ങനെ തീർക്കണോ എന്ന് എൻ്റെ ദൈവത്തിനറിയാം. ഒത്തിരി തല പുകയുന്ന പരിപാടി വിട്. സ്തോത്രം. ഇച്ചിരി സന്തോഷമായിട്ടൊക്കെ ഒന്ന് ജീവിക്കുക. അതല്ലേ അനുഗ്രഹിക്കപ്പെട്ട ലൈഫ്. അവിടോട്ടൊക്കെ ഞാൻ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, മോശ പറഞ്ഞു, കർത്താവേ, ഈ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഇറച്ചി തരുമെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഇറച്ചി അപ്പോൾ മോശ പറയുക, കർത്താവേ നീ പറഞ്ഞാൽ മതി, ഈ ജനം എന്നെ വിടുകയില്ല. എത്ര ദിവസം കൊടുക്കും? സ്തോത്രം. 1 ദിവസം കൊടുക്കുമോ? 7 ദിവസം കൊടുക്കുമോ? അപ്പോൾ കർത്താവ് പറഞ്ഞു 30 ദിവസം കൊടുക്കാം. അപ്പോൾ ചോദിക്കുക, ഇതിനും മാത്രം ആടിനെ മാടിനെ എവിടെ നിന്ന് വെട്ടും? എൻ്റെ മോശേ, നീ നിന്റെ ബുദ്ധി വെച്ച് ദൈവത്തെ അളക്കാതെ. മിണ്ടുന്നില്ല. ദൈവത്തിന് ഈ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ട നിറയ്ക്കുന്നത് ആ കർത്താവിന് ഇഷ്ടം. നിന്റെ കാൽക്കുലേറ്ററിൽ ആ സംഖ്യ പിടിക്കുകയില്ല. അതാ നീ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5000 നിങ്ങൾ ഇന്ന് യോഗം കഴിഞ്ഞ്, സ്തോത്രം, നിങ്ങൾ ഒരാളുടെ വീട്ടിലോട്ട് ഞാൻ വന്നാ നിങ്ങൾ എനിക്ക് ഭക്ഷണം തരുമോ? പറ. തരും. പക്ഷെ ഇന്ന് യോഗത്തിലുള്ള എല്ലാവരും കൂടെ വന്നാലോ? മേപ്പോട്ട് നോക്കി നിൽക്കുവല്ലാതെ 5000 പേർക്കുള്ള ഫുഡും 5 പേരുമേ ഉള്ളെങ്കിൽ നമ്മൾ ഉസ്താദാ. ഞാൻ വിളമ്പാനേറ്റു. പക്ഷേ 5000 പേരും 5 അപ്പവും ഉണ്ട്, ഒരു രക്ഷയില്ല. പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ കർത്താവിന് ഇഷ്ടം ഈ 5000 പേരെയും 5 അപ്പവും കർത്താവിന് ഇഷ്ടം. ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവരെ പന്തിയായിട്ട് മലയാളിയാന്നേ കാണാതിരിക്കുവോ? പറ. 5 അപ്പം കൈ വെച്ചോണ്ട് 5000 പേരെ 50 വീതമുള്ള പന്തി ഇരുത്താൻ പറ്റുമോ? പറ. ഓ, എന്തെല്ലാം കാണിച്ചിട്ടിരിക്കാത്തവരുണ്ട്. പിന്നെ 5 അപ്പം കാണിച്ചേച്ച് പെണുങ്ങൊന്നും ചെയ്യല്ലേ. ചിലരെയൊക്കെ ഇരുത്താൻ, ചിലരൊക്കെ യോഗത്തിന് വരുമ്പോൾ ഞങ്ങൾ ഇരുന്നിടത്ത് ഫാനില്ല. യേശുവിൻ്റെ യോഗത്തിന് ഒരു ഫാനും ഇല്ലായിരുന്നു. വള്ളത്താലാ പ്രസംഗം, വെള്ളത്തിലാ നിപ്പ്. ആരുടെയും കാല് കോച്ചി പിടിച്ചില്ല. നിങ്ങൾ മിണ്ടുന്നില്ല അങ്ങോട്ട്. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഈയിടെ എന്നോടൊരു വിശ്വാസം എന്ന് പറഞ്ഞു, പാസ്റ്റേ ഭയങ്കര ചൂടാ, ഇനി AC വെച്ചാൽ പറയും കമ്പിളിയും കൊണ്ട് യോഗത്തിന് വരണമല്ലോ. പാസ്റ്റർമാരുടെ ഒരു അവസ്ഥയെ പെണങ്ങൽ. സ്തോത്രം. എന്താ അച്ഛാ വരാത്ത? ഓ, അവിടുത്തെ തണുപ്പ് കൊണ്ട് കാലെല്ലാം ഞങ്ങൾ ലൈവായിട്ട് കണ്ടോളാം. നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ വലിയൊരു കാര്യത്തിലോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയല്ല. കല പറഞ്ഞു കേട്ടോ, അന്നത്തെ പോലെ ഇന്നും എനിക്ക് അങ്ങനെ വേണം. നിനക്കൊരു പ്രശ്നം വന്നെങ്കിൽ ഒരു കാര്യം പറയാം, ആ പ്രശ്നം നിനക്ക് ജയിക്കാനുള്ള കൃപ കർത്താവ് തരും. ഞാൻ ചെയ്യുന്നൊരു കാര്യം, രോഗം വന്നാൽ നിങ്ങൾ പറയണം, ഈ രോഗത്തെ ഞാൻ ജയിക്കും. കടബാധ്യത വന്നവർ, ഈ കടബാധ്യതയെ ഞാൻ ജയിക്കും. വിശ്വാസമുണ്ട്. സ്തോത്രം ചെയ്യുക. കടം മാറ്റുന്ന പകർച്ചയും ബൈബിളിലുണ്ട്. കടം മാറ്റുന്ന പകർച്ചയും എവിടെ ഉണ്ട്? ബൈബിളിലുണ്ട്. ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ട് വരാം. ദൈവത്തിന് ഇവിടെ മോശ പറയുക, കർത്താവേ ഇവരിലും കൂടെ എന്നെ കല്ലെറിയോ? ഇതിനും മാത്രം ആടിനെയും മാടിനെയൊക്കെ. ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവം ഉണ്ടാക്കിയതൊന്നും തീർന്നു പോകത്തില്ല. ദൈവം ഉണ്ടാക്കിയതൊന്നും തീർന്ന് പോകത്തില്ല. സ്തോത്രം. നോക്കി, ദൈവം കടലിനകത്ത് മീനെ ഉണ്ടാക്കി, തീർന്നു പോയോ? ജനിച്ചപ്പം മുതൽ നമ്മൾ കഴിക്കുമല്ലയോ? അല്ലേ? മലയാളി കഴിക്കും,
സായിപ്പ് കഴിക്കും, ആഫ്രിക്കക്കാരൻ കഴിക്കും. അബി പറ, ലോകത്തിലുള്ള മൊത്തം മനുഷ്യനും കഴിക്കും, തീരുവോ? ദൈവം പറഞ്ഞു മുളച്ചു വരട്ടെ. ഉള്ള കാടെല്ലാം മുളച്ചു വന്നു, നാട്ടുകാർ മുഴുവൻ വെട്ടി, തീർന്നോ? പറ. പിന്നെയും കളിച്ചുകൊണ്ടിരിക്കുക. ഈയിടെ ഞാനൊരു മനുഷ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ പുള്ളി ചോദിച്ചു, എന്താ ജോലി, ബിസിനസ് എന്തോ? അപ്പം ഞാൻ കോറി മുതലാളിയാ. എത്ര കോറിയുണ്ട്? 63 കോറിയുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു കോറിക്കകത്ത് എത്ര JCB ഉണ്ട്? ഒരെണ്ണത്തിനകത്ത് 10-400 എണ്ണം ഉണ്ട്. എത്ര ടിപ്പർ ലോറിയുണ്ട്? അവൻ പറഞ്ഞു 10-900 ഉണ്ട്. എത്ര മെന്നെ പോലുള്ള വണ്ടിയുണ്ട്? അത് 600-650 ഉണ്ട്. എൻ്റെ മിണ്ടുന്നില്ല. എൻ്റെ പാസ്റ്ററെ, പൊട്ടിച്ചാലും തീരത്തില്ല. ഞാൻ പറഞ്ഞത് ഇത് നിന്റെ മിടുക്കല്ല, തമ്പുരാൻ ഉണ്ടാക്കിയതാ. നമ്മളെല്ലാം വെള്ളം കുടിക്കുക, തീരുന്നോ? കുടിക്കുകയും കുളിക്കുകയും നീന്തുകയും ചെയ്തിട്ട് തീർന്നോ? പറ. നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കും. ഞാൻ പറയുന്ന ആശയത്തിലോട്ട് വാ. ദൈവം ഉണ്ടാക്കിയ ഒന്നും അറബി നിന്ന് കുഴിക്കുക, ഓയിൽ തീർന്നോ? മിണ്ടുന്നില്ലല്ലോ. ബിലായിക്കാരം നിന്ന് വെട്ടുക, സ്റ്റീല്, ഇരുമ്പ്, തീരുന്നോ? പറ. ദൈവം ഉണ്ടാക്കിയ ഒരു സാധനം നമ്മൾ പറഞ്ഞ കൈ മാത്രം തേയുവാന്ന്, നടു മാത്രം മിണ്ടുന്നില്ല. എടാ, ദൈവം ഉണ്ടാക്കിയ ഒന്നും എന്ത് ചെയ്യത്തില്ല. നീ എത്ര എടുത്താലും പിന്നെ നിന്റെ മേൽ പകർന്നെന്ന് വിചാരിച്ച് മേളിൽ കുറവില്ല, വീണ്ടും പകരും. സ്തോത്രം ചെയ്യാൻ പറ്റുന്നോ? നിന്റെ ദൈവം ആരാന്ന് ഞാൻ വരച്ചോണ്ട് വരുവാ. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയത്തില്ല. നിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമാ. അവ പറയുന്ന, നിനക്ക് വേണ്ടി ഒരു പകർച്ച ഞാൻ തരാം. ഒരു അനുഗ്രഹം ചോദിക്കാൻ നീ കൊതിക്കുന്നവനാണെങ്കിൽ, ഒരു അനുഗ്രഹം പ്രാപിക്കാൻ നീ കൊതിക്കുന്നവനാണെങ്കിൽ, ഇന്നൊരു പകർച്ച. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് വരെയെല്ലാം കൂടെ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, വായിക്കണ്ട. കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? ഒരു 70 പേരെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അത്ര. എന്നിട്ട് ആത്മാവിനെ കുറച്ചെടുത്ത് ഇവരുടെ മേലിട്ടു. ഇവരെല്ലാം പ്രവചിക്കാൻ തുടങ്ങി. ഈ പേരെഴുതിയ കൂട്ടത്തിൽ 2 പേര് ഈ പറഞ്ഞ സ്ഥലത്ത് വന്നില്ല, അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ അവരവിടെ നിന്ന് എന്ത് ചെയ്യുക? അവരുടെ പേരറിയാവോ? ബൈബിളിലുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. സ്തോത്രം. എല്ലാം ഞാൻ തന്നെ പറയണ്ടേ? സത്യം ചെയ്യട്ടെ. ഇങ്ങോട്ട് നോക്ക്. അപ്പൊ പ്രവചിച്ചപ്പോ ഇവര് വന്ന് പറഞ്ഞു, അവരും പ്രവചിക്കുന്നു. ഉടനെ മോശ പറയുക, മിണ്ടാതിരി, ജനമെല്ലാം പ്രവാചകന്മാരാകണമെന്നും ആ പകർച്ച വരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാമയും വരുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നു ബേഥേലിലെ മുഴുവൻ പേരും പ്രവചിക്കട്ടെ. അങ്ങനെ ഒരു ആത്മപകർച്ച ഇവിടെ നടക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത്. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണട്ടെ, നീ ദർശനങ്ങൾ കാണട്ടെ, വെളിപ്പാടുകൾ കാണട്ടെ. അങ്ങനെ ഒരു ശുശ്രൂഷ. നിങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വലിയ വീടൊക്കെ വെച്ചു, താഴെ ഇരിക്കുമ്പോൾ മേളെ നില കാണാം. ചില വീട്ടിലൊക്കെ ചെന്നാൽ കണ്ണു തള്ളിപ്പോയി. ഇവിടെ ഒരു വീട്ടിൽ ഞാൻ എന്നെ സമർപ്പിക്കാൻ പോയി, 40,000 സ്ക്വയർ ഫീറ്റ്. എന്തോ അയ്യോ, നടന്നാ തീരുവോ? എറണാകുളത്ത് ബീച്ചിന്റെ സൈഡിൽ ഒരു വീട്ടിൽ ഒരു അച്ഛൻ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ചോദിച്ചു, എത്ര ഉണ്ട് സ്ക്വയർ ഫീറ്റ്? 43,000. എന്നോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. 6 അടി ഉണ്ട് നീ താനും. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി കിടന്ന് കുറുക്കം വലിച്ചുറങ്ങുന്ന നീ രാത്രി എഴുന്നേറ്റ് നടക്കുമോ? ഇതെൻ്റെ ബെഡ്റൂമാണ്. നല്ല വീടൊക്കെ വെച്ചോ, ഞാൻ ഇതിനൊന്നും എതിരല്ല. പക്ഷെ നിങ്ങളൊരു സ്വപ്നം കണ്ടേ. ഇവിടുന്ന് ഞാൻ ഇവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ, അത് നിങ്ങളോട് പറഞ്ഞ സ്വപ്നം പറയാം. വീട്ടിൽ ചെന്നപ്പോൾ സ്തോത്രം അമ്മി, അവിടുത്തെ അങ്കിളും ഞാനും കൂടെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. പുള്ളി യോശുവയുടെ പുസ്തകത്തിൽ ഒരു കാര്യം എന്നോട് ചോദിക്കും. എനിക്ക് വലിയ അറിവൊന്നുമില്ല, അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ മോൻ വന്നത് ഇങ്ങനെ, ഹായ് ഡാഡി, പിന്നെ ഹായ് പാസ്റ്ററെ. അപ്പോഴെല്ലാം ഇങ്ങനെ ഞാൻ ഓർത്ത് വല്ല വെട്ടുരോഗം വല്ലോ.
അപ്പം അപ്പൻ പറഞ്ഞു അവൻ്റെ ചെവിക്കകത്ത് പാട്ട് കേട്ടോണ്ടാ ആ പാട്ടിൻ്റെ താളത്തിനൊത്ത് അപ്പം അവനങ്ങ് മേളിപ്പോയി. കഴിക്കാൻ ഞങ്ങളിരിക്കുക. അപ്പം അവനെയും വിളിച്ചു. അപ്പം സ്വാഭാവികമായിട്ട് കഴിക്കുമ്പോഴെങ്കിലും ഇത് കുറയേണ്ടിയല്ലേ. അവൻ വന്നൊരു ചപ്പാത്തി എടുത്തു. ഞാൻ ഓർക്കുക ഇവൻ കെട്ടുന്ന കൊച്ചെന്തുവായി പോകും. ഞാൻ അവിടെ ഇരുന്ന നിങ്ങൾ മിണ്ടുന്നില്ല, ചിരിച്ച് തള്ളല്ലേ. ഇവനിങ്ങനെ ഇരിക്കുക. കൈ കഴുകാൻ വാഷ്റൂമിൽ പോയി ഹാൻഡ് വാഷ് എടുത്തു, ഇങ്ങനെ ഇട്ടു. ഞാനിപ്പോൾ ഇങ്ങനെ കളിച്ച ആകത്തില്ല. കാരണം അവനിങ്ങനെ ട്രെയിൻഡാണ്. ഇങ്ങനെ വന്നു, ഹായ് ഡാഡി, ഡാഡി ഞാൻ പോവാ, ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോ. എൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുക. അപ്പോഴും ഞാൻ പറഞ്ഞു, മോനെ നീ പ്രാർത്ഥിക്കാതെ അങ്ങ് പോ, അതാ നല്ലത്. പിണങ്ങൊന്നും ചെയ്യല്ലേ. നമുക്ക് പണ്ടൊക്കെ ഇപ്പം ബാംഗ്ലൂരുകാരെന്നോട് ചോദിക്കും, പാസ്റ്റർ ബാംഗ്ലൂരാണോ പ്രസംഗിക്കുന്നതെന്ന്. പണ്ടൊക്കെ ഓർക്കുന്നുണ്ടോ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു മുറിക്ക് അടവുള്ള മുറിയില്ലായിരുന്നു. അപ്പൻ്റെ മുറി കൂടെ കയറി പെങ്ങളുടെ മുറി കയറാം, പെങ്ങളുടെ മുറി കൂടെ കയറി ചേട്ടൻ്റെ മുറി കയറാം, ചേട്ടൻ്റെ മുറി കയറി അന്യൻ്റെ മുറി. അരി അന്ന് അങ്ങനെ വെച്ചേ. ഇന്ന് നമ്മളെല്ലാം താഴെയും പിള്ളേരെല്ലാം രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടുക. ഞാൻ കാർഗിൽ യുദ്ധം നടത്തിയാലേ കൊച്ചു രാവിലെ വെളിപ്പെടുത്തി പോകും. പിണങ്ങൊന്നും ചെയ്യരുത്. നീ ഒന്ന് സ്വപ്നം കണ്ടേ, പകർച്ചയാ പറഞ്ഞു വരുന്നേ. നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ മോളത്തെ നിരന്ന് പ്രവചിച്ചോണ്ട് ഇറങ്ങി വരുന്നു. നിന്റെ മോൻ പറയുന്നു, ഡാഡിയോടൊരു ദർശനം പറയാനുണ്ട്. ഇത് നടക്കണം ഈ കാലങ്ങളിൽ. ഒരു പകർച്ചയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സഭയുടെ അന്തരീക്ഷം പൊട്ടണം, വിശ്വാസികളുടെ ആത്മീക നിലവാരം ഉയരണം. എത്ര പേര് അതിന് ആമീൻ പറയും? പ്രവചിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേക്കട്ടെ. ഇതിനകത്തൊരു ആത്മപകർച്ച. വിശ്വാസവന്റെ കരങ്ങളെ അടിച്ച് ദൈവത്തിനോട് നന്ദി പറ. ഓ റബല ഹഡബല ബഡബല രഗ അഥൽ പ്രൗഢമന രഗദല ഭൗഢമന. ഒരു സ്ത്രീയെ കടം കയറി തകർന്ന് എലിശാ പ്രവാചകന്റെ അടുക്ക ചെന്നു. ഇപ്പൊ ചെന്നപ്പം, ഇനി ഞാനൊരു ആത്മീക ദൂത് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അതിച്ചിരി ഗഹനമായിട്ട് ശ്രദ്ധിക്കണം. ഈ സംഭവം നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള, എത്രയോ ആവർത്തി ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതാ. കടക്കാര തൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ നേരത്ത് അവൾ ഓടി പ്രവാചകന്റെ അടുക്ക ചെന്നു. ഇവിടെ ഒരു ദൂതുണ്ട്, നിന്റെ വീട്ടിൽ പരിഹാരമില്ലാത്തത് ദൈവസന്നിധി പരിഹാരമുണ്ട്. വന്നപ്പം പ്രവാചകൻ ചോദിക്കാം, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഒരു ഭരണി. അവിടെ ഗതികേട് മാറ്റാൻ ഇറ്റലിയിൽ നിന്ന് ഒരു ഭരണി എണ്ണ വരുത്തിയോ? ഇല്ല, അവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. മാറയിലെ വെള്ളത്തിന്റെ കയ്പ് മാറ്റാൻ സ്തോത്രം വേറൊരു രാജ്യത്തുനിന്ന് ഒരു കമ്പ് കൊണ്ടൊന്നില്ല, അതിന്റെ കരയെ നിപ്പുണ്ട്. ദാഹിച്ചവന്റെ കൺമുമ്പിൽ കത്തുന്ന പാറയ്ക്കകത്ത് മറുപടി നിപ്പുണ്ട്. ഞാനൊന്ന് വ്യാഖ്യാനിച്ച് പറയട്ടെ, നിന്റെ അടുത്ത് തന്നെ നിന്റെ മറുപടി നിനക്ക് മനസ്സിലാകാത്ത ഭാഷ നിപ്പുണ്ട്. ഇത് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. എത്ര പേര് ആമീൻ പറയും? നിന്നോട് അടുത്ത് തന്നെ നിന്റെ മറുപടി നിപ്പുണ്ട്. നിന്നോട് വളരെ അടുത്ത, യെസ്, ഒരു പക്ഷെ നിന്റെ ഫ്രണ്ട് സർക്കിൾ ആകാം. നീ നിത്യം ഈ കടമുള്ള ഇവളെ ഡെയിലി ഒരു ഭരണി എണ്ണ കാണുക. അവൾ മനസ്സിൽ പറഞ്ഞാണ്, ഇതുകൊണ്ട് എന്തോ നടക്കാനാ. മോശയോട് പറഞ്ഞു, വടി താഴെ ഇടാൻ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഒരു വടി മോശയ്ക്ക് ആദ്യം കൊടുത്തോ? മോശ ഓടിച്ച വടി, ആടിനെ തല്ലാൻ മാത്രമേ കൊള്ളത്തുള്ളൂ എന്ന് പറഞ്ഞ വടി, ആ വടിക്കകത്തുന്ന ഒരു അത്ഭുതത്തെ വിളിച്ചു വരുത്തി. നിങ്ങൾ ശ്രദ്ധിക്കണം, നിന്നിൽ ഉണ്ട് ചിലത്, നീ മനസ്സിലാകാത്ത ഭാഷയിൽ നിന്റെ അടുക്കൽ നിപ്പുണ്ടത്. എത്ര പേര് ആമീൻ പറയും? ഈ പ്രാർത്ഥനയുടെ നടുവിൽ അത് നിന്നോട് കൂട്ടിമുട്ടാൻ പോവുക. ഓ യേശുവിന്റെ നാമത്തിൽ നിന്റെ വീടിനകത്തൊരു അത്ഭുതം നടക്കുക. നിന്റെ തലമുറ മേലൊരു അത്ഭുതം. ഓ തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ. റബ ഹസ്തിരി ബിഗുഡബന രബന. സ്തോത്രം, 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 സ്തോത്രം. ഞാനൊരിക്കൽ തിരുവനന്തപുരം ചർച്ചില് ഈ ദൂത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആൻറ്റി എടുക്ക വന്നേച്ച് പറഞ്ഞു, പാസ്റ്ററെ
എൻ്റെ മോള് സ്തോത്രം വേറൊരു രാജ്യത്ത് മെഡിസിൻ പഠിക്കുക. ആദ്യത്തെ 1 വർഷത്തെ ഫീസ് കൊടുത്തു, രണ്ടാമത്തെ ഫീസ് കൊടുക്കേണ്ട സമയമായി. ആദ്യത്തെ വർഷങ്ങളും എല്ലാം പാസ്സായി, മിടുക്കി. പക്ഷെ ഈ വർഷം ഫീസ് കൊടുക്കാത്തതുകൊണ്ട് നാളെ വെളിയിലിറക്കി നിർത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അവൾ ഇരിക്കുന്ന ആ പരിസരത്ത് എവിടെയെങ്കിലും കാണുമായിരിക്കും, അല്ലയോ? അവിടെ മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു കാണുമായിരിക്കും. ചിലപ്പോൾ സാറായിരിക്കും, ചിലപ്പോൾ പിയൂണായിരിക്കും. അവിടെ മിണ്ടുന്നില്ല. ചിലപ്പം അവളെ വണ്ടിയെ കൊണ്ടുവന്ന ഡ്രൈവർ ആയിരിക്കും. പക്ഷെ ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം, അടുക്കല. 1 മാസം കഴിഞ്ഞപ്പോൾ അലറിക്കൂവി എൻ്റെ അടുക്ക വന്നു. ഞാൻ ചോദിച്ചു, എന്താ ആൻറ്റി? അവളെ പഠിപ്പിച്ച സാർ ഈ വർഷത്തെ ഫീസ് കെട്ടി. കണ്ടോ? അവള് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ നിന്നെ കുഴപ്പിക്കുന്ന വിഷയം നിന്റെ അടുക്കൽ തന്നെ ഉണ്ട്, നിനക്ക് മനസ്സിലാകാത്ത ഭാഷയിലുണ്ട്. ഇന്നലെ വരെ നോക്കിയപ്പോ ഒരു വൃക്ഷമാ നിൽക്കുന്നേ, ദൈവം കാണിച്ചു കൊടുത്ത് ഇതാണ് നിന്റെ പരിഹാരം. സ്തോത്രം. തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്നൊന്ന് കൈ കൊടുത്ത് പറ, വിഷമിക്കണ്ടെന്ന് പറ, സങ്കടപ്പെടണ്ടെന്ന് പറ. നിന്റെ പരിഹാരം നിന്റെ അടുക്ക നിപ്പുണ്ട്. എത്ര പേരാമീൻ പറയും? ഞാൻ ദൂതിലോട്ട് വരിക, നിങ്ങൾ ശ്രദ്ധിച്ചേ. അവളോട് പ്രവാചകൻ പറയുക, നീ വീട്ടിൽ ചെന്ന അയൽവക്കത്തുനിന്ന് വെലുംപാത്രങ്ങൾ വാങ്ങണം. എന്നിട്ട് അടുത്ത നോക്കിയേ, നീ എന്നിട്ട് എണ്ണ അങ്ങോട്ട് പകരണം. പകർന്നപ്പോൾ എന്താണെന്നറിയാമോ? പാത്രങ്ങളെല്ലാം നിറഞ്ഞപ്പോൾ അവള് പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ പ്രവാചകൻ പറയുക, വിറ്റ് കടം വീട്ടി ശേഷിക്കുന്നത് കൊണ്ട് നീ ഉപജീവന, നല്ല മലയാള ഭാഷ, ബാങ്കിലിട്ട് ഇൻട്രസ്റ്റ് വാങ്ങിച്ചോളാൻ. നിങ്ങൾ എന്നെ നോക്ക്. അങ്ങനെയാന്ന് ഒരു ദൂത് പറയാം. ഒരു പകർച്ച നിന്റെ വീടിന്റെ ഉൾമുറിയിൽ പകർന്നാൽ, നാട്ടുകാർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ, രക്തബന്ധങ്ങൾക്ക് പിടികിട്ടാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രയർ ഹോളിനകത്ത് ഒരു പകർച്ച. യേശുവിന്റെ നാമത്തില് അല്പം കൂടെ ദൂതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ സ്തോത്രം ചെയ്തു തുടങ്ങിക്കേ. അല്പം കൂടെ വേഗത്തിൽ പോകാം. ഇതുവരെ നടക്കാത്ത ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ യേശു ചെയ്യാൻ പോവുക. ഈ ദൂത് ഏത് രാജ്യത്തിരുന്ന് കേൾക്കുന്നു അവിടെ എല്ലാം ഒരു പകർച്ച വെളിപ്പെടുക. ഇന്ന് ഉച്ച കഴിഞ്ഞ സെക്ഷനൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾക്ക് കസേര ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ദൂതിന്റെ അവസാനത്തിൽ എത്തുമ്പോൾ ഒരു വലിയ പകർച്ച. വർഷങ്ങളായിട്ട് നിന്റെ കുടുംബത്തിൽ തടസ്സമെന്ന് പറഞ്ഞ തടസ്സം ഇന്ന് തന്നെ വഴിമാറും. കാരണം ഇതൊരു പകർച്ച. യേശുവിന്റെ നാമത്തിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം അവള് ചോദിക്കുക, എനിക്ക് ഒരനുഗ്രഹം തരണേ. അവിടേക്ക് വരാം. നമുക്ക് ഒരനുഗ്രഹം ഇതെങ്ങനെയാ തരുന്നേ? ഇത് നിന്റെ മേൽ ഇന്ന് പകരാൻ പോവാ. ആ ഒരു ആത്മീകമായ പകർച്ച, മുറിവിന്മേൽ എണ്ണയുടെ പകർച്ച. ഹല്ലേലൂയ. നിന്റെ അകത്ത് സ്നേഹത്തിന്റെ പകർച്ച, നിന്റെ അകത്ത് അഭിഷേകത്തിന്റെ പകർച്ച, നിന്റെ അകത്ത് പ്രവാചക ശുശ്രൂഷയുടെ പകർച്ച ഇന്ന് നിന്റെ അകത്തേക്ക് ദൈവം പകരാൻ പോവുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണം, കർത്താവേ, ഇന്ന് ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ മേലൊരു പകർച്ച ഉണ്ടാകട്ടെ. സ്തോത്രം. അപ്പൊ ഈ അനുഗ്രഹം ചോദിക്കാൻ അപ്പനെ അറിയാവുന്ന മകള് ഭർത്താവിനെ ഉത്സാഹിപ്പിക്കുക. ഈ ചിലതൊക്കെ ചോദിക്കാൻ അനുവാദം തരണേ, ഉത്സാഹിപ്പിക്കണം. സ്തോത്രം. ഇന്ന് എൻ്റെ ജോലി നിങ്ങളെ കുറച്ചൊന്ന് ഉത്സാഹിപ്പിക്കാൻ പോവുക. സ്തോത്രം. ദൈവത്തോട് ചിലതൊക്കെ ചോദിക്കാൻ നിന്നെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ പോവുക. എൻ്റെ ദൈവം നല്ല ദൈവമാ, ചോദിച്ചാൽ നിനക്കത് തരുന്നവനാണ്. വേദപുസ്തകം നമ്മൾ ദൈവത്തിന് സ്തോത്രം പഠിക്കുമ്പം അനുഗ്രഹം വാങ്ങിക്കാൻ കൊതിക്കുന്ന ആൾക്കാർ ബൈബിലുണ്ട്. എന്തുവാണ്? അനുഗ്രഹം പ്രാപിക്കാൻ കൊതിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ ചിലരുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ലെന്ന് പറയുന്നവരുണ്ട്. ചോദിച്ചു വാങ്ങിക്കുന്നവരുണ്ട്, അനുഗ്രഹം കൊതിക്കുന്നവരുണ്ട്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ലെന്ന് പറയുന്നവരുണ്ട്. ഉറവ എന്ന ഭാഗത്തോട്ട് ഞാൻ വരാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ വേദപുസ്തകത്തിലുണ്ട്, അവൻ്റെ പേര് എബേസ് എന്ന. നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ മതി, വാക്യമൊന്നും വായിക്കണ്ട, വായിക്കുന്ന ഭാഗത്തേക്ക് പോകത്തില്ല. ജനിച്ചപ്പോഴേ
അവന് ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേ കുഴപ്പമില്ലാത്ത ആരെയും ദൈവം ഉപയോഗിച്ചായിട്ട് കാണുന്നില്ല. സ്തോത്രം. മോശ പറയുക, ഞാൻ വിക്കനാന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിന്നെ മതിയെന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, എനിക്ക് മീൻപിടുത്തേ അറിയത്തുള്ളൂ. നീ മീനെ പിടിക്കുന്ന പോലെ തന്നെ മനുഷ്യനെ പിടിക്കും. അപ്പൊ ഏത് കുറവുണ്ടെന്ന് പറയുന്ന നിന്നെ ആ ദൈവത്തിന് ഇഷ്ടം. മോശ പറഞ്ഞു, എനിക്ക് ശബ്ദം വെക്കാൻ വയ്യ. അതിനെന്നാ ശബ്ദം വെക്കാൻ കഴിയുന്നതിനെ കൂടെ നിർത്തിയേക്കുമല്ലയോ? അവൻ ശബ്ദം വെച്ചോളൂ. നീ എന്തോ ചെയ്യണം? ഞാൻ പറയുമ്പോൾ വടി പൊക്കി പിടിക്കണം, ഞാൻ പറയുമ്പോൾ വടി താഴെ ഇടണം, ഞാൻ പറയുമ്പോൾ വടി നീട്ടി പിടിക്കണം. കഴിഞ്ഞ പരിപാടി. സ്തോത്രം. നീ വടി പൊക്കി പിടിക്കുമ്പം, നീ വടി നീട്ടിപ്പിടിക്കുമ്പം, നീ വടി താഴെ ഇടുമ്പോൾ, നീ വടി കൊണ്ട് പാറ തട്ടുമ്പം നിന്റെ ശുശ്രൂഷ തീരും. 40 ലക്ഷം വിടുവിക്കപ്പെടും. ഉണ്ടെന്നില്ല. ഞാൻ ഇച്ചിരൂടെ കയറി പറയട്ടെ, നീ പറയുന്ന ഒരു കുഴപ്പവും ദൈവത്തിന് കുഴപ്പമല്ല. നിന്നെ വേണമെന്ന് ദൈവത്തിന് തോന്നിയാൽ, നിന്നെ വേണമെന്ന് ദൈവത്തിന് തോന്നിയാൽ. എബേസിന് മനസ്സിലായി, അപ്പനും എന്നെ വേണ്ട, അമ്മയ്ക്കും എന്നെ വേണ്ട. അവൻ തീരുമാനിച്ചു, അങ്ങനെ അന്നേ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. എന്തുവാ? പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അതിനകത്തെ ഒരു പ്രാർത്ഥനയാ, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണം. നീ എന്നെ ഇപ്പൊ എൻ്റെ അവസ്ഥ ഭയങ്കര മോശമാ. ഇപ്പൊ എന്നെ അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, പക്ഷെ എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കണം. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പറയണം, എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കണം. അക്സ ചോദിച്ച പോലെ, അപ്പ എനിക്ക് ഒരനുഗ്രഹം കൂടെ. എത്ര പേർ റെഡിയാ ചോദിക്കാൻ? ഇന്നലകളിൽ പകർന്നതിനോട് കൂടെ ആഡ് ചെയ്യാൻ ഒരനുഗ്രഹം കൂടെ വേണം അപ്പ. ഇത് കേൾപ്പിക്കാനാ നിന്നെ ദൈവാത്മാവിടെ കൊണ്ടുവന്നേ. ഓ, യേശുവിന്റെ നാമത്തിൽ ഒരനുഗ്രഹം കൂടെ നിനക്ക് തരാൻ പ്ലാനുണ്ട്. സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുക, യഹോവേ സ്തോത്രം, നീ എന്നെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചാ പോരാ, എന്റെ അതിര് എന്തോ ആക്കണം? ഇപ്പൊ ഇട്ടേക്കുന്ന അതിര് ഇച്ചൂരൂടൊന്ന് നീക്കിയിടണം. പ്രാർത്ഥിച്ചാൽ പല അതിരുകളും നീങ്ങും. നീ ഇടുങ്ങി പാർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഒതുങ്ങി കൂടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ പ്രാർത്ഥനയുടെ പിമ്പിൽ നിന്റെ അതിരുകൾ വിസ്താരപ്പെടും. ഓ, യേശുവിന്റെ നാമത്തില്. ആരോടൊക്കെയോ ദൈവാത്മാവരെ വർഷങ്ങളായി കൊതിക്കുന്ന ചില വിഷയത്തിന് ഇന്ന് ദൈവത്താൽ, ഓ ഹല്ലേലൂയ, അടുത്ത ഉപവാസം ഇവിടെ വരുന്നതിന് മുമ്പ് പലരുടെ അതിരുകൾ നീങ്ങും. അല്പച്ചൻ ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ അതിരുകൾ നീങ്ങാൻ പോകുക. നീ എന്റെ അതിരുകളെ വിസ്താരമാക്കി. ഓ ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ അതിരുകൾ വിസ്താരമാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ അവസ്ഥകൾ മാറിത്തുടങ്ങട്ടെ, നിങ്ങളുടെ സ്ഥിതി മാറിത്തുടങ്ങട്ടെ. ഈ 5-ാമത്തെ പകല് നിങ്ങൾക്ക് ഇതൊന്നും മനുഷ്യനോടല്ല പ്രാർത്ഥിക്കുന്നേ. ആരോടാ പ്രാർത്ഥിക്കുന്നേ? ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോന്നേ. നമ്മുടെ എന്ത് കാര്യം ആരോട് പറയാം? കർത്താവിനോട് പറയാന്നേ. ആഗ്രഹവും പറയാനും മനസ്സില്ലാത്ത ആരുടെ കുഴപ്പമാണ്? നിങ്ങൾ ശ്രദ്ധിച്ചേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നല്ല ആഗ്രഹം ഉണ്ടോ? നിങ്ങളുടെ ഹൃദയത്തെ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോന്ന്? പ്രവാചകനാകാൻ ആഗ്രഹമുണ്ടോ? നന്മ പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹിച്ചാൽ നിനക്ക് തരാമെന്നാ വചനം. നോക്കിയേ, ഇനി ഇച്ചോട്ടെ കയറി പറയട്ടെ. ബൈബിളിൽ വാക്യമുണ്ട്, അവൻ പ്രാർത്ഥിച്ച പോലെ അവന് കിട്ടി. ഹോ, അപ്പൊ ചോദിക്കുക, അപ്പാ ഒരനുഗ്രഹം. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പാ ഒരനുഗ്രഹം കൂടെ എനിക്ക് തരണം. അതെന്താന്ന് ഞാൻ പ്രസംഗിക്കാം. ഒരനുഗ്രഹം കൂടെ എനിക്ക് തരണം. എബേസ് പറയാ, കർത്താവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുമ്പോൾ എൻ്റെ അതിരൂടൊന്ന് വിസ്താരമാക്കണം. കുറച്ച് നാളുകൊണ്ട് ഞാനൊന്ന് ഇടുങ്ങി കഴിഞ്ഞുകൂടുക. ഇനി അത് പോരാ, എൻ്റെ അതിര് നീ ഒന്ന്. ഈ ചിലരൊക്കെ ഉണ്ടല്ലോ, ഞാനൊരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ ഒരു രാവിലെ പോകേണ്ടതായ സാഹചര്യം ഉണ്ടായി. അവിടെ ചെന്നപ്പം പുള്ളി ഭയങ്കര കടമുള്ള ആളാണ് കേട്ടോ. സ്തോത്രം. എനിക്കറിയാം പുള്ളിക്ക് കടമുണ്ടെന്ന്. പുള്ളി എന്നോട് പറഞ്ഞോട്ട് 3 ലക്ഷം രൂപ കടമുണ്ടെന്ന്.
ഞാനവിടെ ചെന്നപ്പോൾ പുള്ളി എനിക്കൊരു കാപ്പി തന്നു. പുള്ളി ഒരു കാപ്പി കുടിച്ചു. ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇരിക്കുമ്പോൾ പുള്ളിയുടെ 2 പിള്ളേർ മുമ്പിൽ ഈ ചിരട്ട കൊണ്ട് മണ്ണപ്പം ഉണ്ടാക്കി കളിക്കുക. ഞാൻ ചോദിച്ചു, ചേച്ചാ കടമൊക്കെ എങ്ങനെയുണ്ട്? പുള്ളി പറയാം, ഇവന്മാരൊക്കെ ഒന്ന് വളർന്നിട്ട് വേണം കടമൊക്കെ ഒന്ന് വീട്ടാൻ. നമ്മളാന്ന് എന്തോ പറയും, ഓ ഇത്തിരി ഉള്ള ഈ പിള്ളേരൊക്കെ വളർന്നു വന്ന് എന്ന് കടം വീടാനാണ്. പുള്ളി പറയാം, ഇവനൊക്കെ ഒന്ന് വളർന്നിട്ട് വേണം. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു രാജ്യത്ത് ചെന്നപ്പം ഈ പുള്ളിയുടെ ആ കുഴിയപ്പം ഉണ്ടാക്കിയ ചെറുക്കന് സ്വത്രം വളർന്ന് അവിടെ ചെന്ന് സ്വന്തമായിട്ട് വീടും വെച്ച് ശമ്പളവും വാങ്ങിച്ചാൽ എനിക്ക് ഒരു പിടി കാശ് എന്ന് വെച്ച് പറയാം. വേണ്ടേ, അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവനൊക്കെ വളർന്നിട്ട് തന്നെ ഇപ്പം കടമൊക്കെ വീടി ഇരിക്കട്ടൊരു സ്വത്രാഴ്ച. നിങ്ങൾ മിണ്ടുന്നില്ല. സ്വത്ര സാഹചര്യങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ നിന്റെ നാവിന് ബലം ഉണ്ടാവണം. നാട്ടുകാരില്ലെന്ന് പറയുമ്പോൾ നീയും ഇല്ലെന്ന് പറയരുത്. നീ അവൻ ചോദിക്കണം ദൈവത്തോട്, എന്നെ ഒന്ന് അനുഗ്രഹിക്കപ്പാ. എത്ര പേരതിന് റെഡിയാണ്? എബേസ് പറയാ, കർത്താവേ നീ എന്നെ ഒന്ന് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം കൂടെ, എൻ്റെ അതിരിനെ കൂടെ ഒന്ന്. ഞാൻ ആ ഭാഗവും വിടുക. 3-ാമത്തെ കാര്യത്തിലോട്ട് വരാം. എന്നാലേ ഞാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തോട്ട് ഇന്ന് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് യാബോക്കടവിന്റെ തീരത്ത് വെച്ച് ദൈവത്തോട് പറയാ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ, നമുക്കതിനെ ഇച്ചിരൂടെ ഒന്ന് മാറ്റിയെടുക്കാം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇന്ന് പോവുകയില്ല. ഒരു വാശി പിടിച്ച് നിൽക്കുക ദൈവത്തിനോട്. ഈ യാക്കോബിന്റെ ചരിത്രം ഭയങ്കര ഇഷ്ടമാണ് ബൈബിളിൽ പ്രസംഗിക്കാൻ. ഇവന് ജനിച്ചപ്പം മുതലേ ഇവന് കാലുപിടുത്തമാണ്. ഇവനെന്തുവാ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുമ്പോളെ കാല് പിടിച്ച് പറഞ്ഞു, ഞാൻ നിന്റെ മുമ്പിൽ കയറും. ചേട്ടന്റെ കാല് പിടിച്ച് ചേട്ടന്റെ മുമ്പിൽ കയറി, അപ്പന്റെ കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങിച്ചു. ദൈവത്തിന്റെ കാല് പിടിച്ച് ദൈവത്തിന് മനസ്സിലായി, ഇങ്ങനെ വിട്ട ഇവൻ മൊത്തം കാലപ്പെടുത്തുമായിരിക്കും. അതുകൊണ്ട് ഇനി ഇവന്റെ ആ ഓട്ടം ഒന്ന് കുറയ്ക്കാൻ അവനെ കയറി ഒന്ന് തൊട്ടു. മിണ്ടുന്നില്ല. അവൻ പറയാ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാ, അവൻ കാലേ വീണിട്ടായാലും ദൈവത്തിൽ നിന്ന് ചിലത് സ്വീകരിച്ചേ പോകാവൂ. നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിന്റെ ചരിത്രം തിരുത്താൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിന്റെ അവസ്ഥ ഓ ഹല്ലേലൂയ. ആഗ്രഹമുണ്ടോ അനുഗ്രഹിക്കപ്പെടാൻ? ആഗ്രഹമുണ്ടോ അനുഗ്രഹിക്കപ്പെടാൻ? എന്നെ നിങ്ങൾ ഇന്ന് മറന്നു, പക്ഷെ ഈ ദൂത് മറക്കുന്നത്. അപ്പാ ഒരനുഗ്രഹം. അപ്പാ എന്തുവാ കാരണം? എന്താണെന്നറിയോ? ഈ യാക്കോബ് സത്യത്തിൽ അവിടെ പേടിച്ചിട്ടാ കരയുന്നത്. എന്തുവാ പേടിച്ചിട്ട്? ഈ കാര്യം, ഈ യാക്കോബിനെ കൊല്ലുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. പണ്ട് പറഞ്ഞതാ. കാലപ്പഴക്കം ചെന്നപ്പോൾ ഒന്നും. പിന്നെ യാക്കോബ് ഭയങ്കര മിടുക്കനായോണ്ട് ഇവനെ മയക്കാനുള്ള ഗിഫ്റ്റൊക്കെ മുമ്പിൽ കൊടുത്തു വിട്ടു. ഒരുമാതിരിപ്പെട്ടവരൊക്കെ അതിൽ മയങ്ങും. സ്തോത്രം. എന്നിട്ട് നിർത്തിയ ഓർഡറൊക്കെ ബൈബിളിലുണ്ട്. ഇഷ്ടമില്ലാത്തവളെ മുമ്പിൽ നിർത്തി, ഇഷ്ടമുള്ളവളെ പുറകിൽ നിർത്തി. അവളൊക്കെ പിടിച്ചാലും വേണ്ടിയല്ല. സത്യം, പുള്ളിക്ക് അപകടം തരുന്നത് മനസ്സിലായി. ഒരു രക്ഷയില്ല, ഇതിലൊന്നും ഇവൻ വീഴത്തില്ല. കർത്താവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അവൻ പ്രാർത്ഥിച്ചോ, കർത്താവേ എന്നെ കൊല്ലാൻ വരുന്നവൻ ഇടിവെട്ടണമെന്ന് പ്രാർത്ഥിച്ചോ. പറ. എടാ, നീ അനുഗ്രഹിക്കപ്പെട്ടാ മതി, നിന്റെ ശത്രു ഓൾറെഡി വഴിമാറി തരും. ഒരാമയും വരുന്നില്ല. ഈ ചില ആൾക്കാരൊക്കെ പറയും, പിണങ്ങുമൊന്നും ചെയ്യരുത്. ഇപ്പം നമുക്കെതിരെ ഒരാൾ സംസാരിച്ചു, മോശമായിട്ട് പറഞ്ഞെന്ന് വിചാരിച്ചു, അല്ല നുണ പറഞ്ഞു, അസൂയ പറഞ്ഞു. ഉടനെ നമ്മൾ വിചാരിക്കരുത്, നാളെ അവനൊരു ഇടി വെട്ടിയിട്ട് കണ്ടോ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ നിങ്ങളോട് പറയാം, ദോഷം ചെയ്യുന്ന ആരുടെയും വീട്ടിൽ ഇടി വെട്ടി ഞാൻ കണ്ടിട്ടില്ല. അവൻ ഇങ്ങനെ പുഷ്ടിപ്പെട്ട് വരിക. നമുക്ക് ഇടി വെട്ടണം എന്നുള്ള മെൻറ്റാലിറ്റിയാ മാറ്റേണ്ടി. എടാ, നിനക്കെതിരെ സംസാരിക്കാൻ ചിലരെ ദൈവം ശത്രു അങ്ങ് കയ്യിലെടുത്തേക്കും. അവൻ അങ്ങ് വർത്താനം പറയട്ടെ, നീ അങ്ങ് ശാന്തമാണ്. ഉണ്ടെന്നില്ല. മനസ്സിലായോ? ദൈവത്തിന് സ്വതന്ത്രം. ഞാനൊരു കാര്യം പറയാം, എന്നെ ദ്രോഹിച്ച ആരെയും തിരിച്ച് ഞാൻ ദ്രോഹിക്കത്തില്ല. ഇനി ആർക്ക് വേണേലും ദ്രോഹിക്കാം, എനിക്കതിന് വിരോധവുമില്ല. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ ഹമി. എന്നാൽ ഞാനും നീയും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ആര് നിന്നെ ദ്രോഹിച്ചാലും നീ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. നീ എന്തോ ചെയ്തോണം? അതുകൊണ്ട് നിന്റെ വായ സൂക്ഷിച്ചോണം, നിന്റെ ചിന്തകളെ സൂക്ഷിച്ചോണം, നിന്റെ കേൾവിയെ സൂക്ഷിച്ചോണം. കാരണം എന്താണെന്നറിയാമോ? എതിരാളി എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം, ദൈവസന്നിധി നിന്നോണം പ്രാർത്ഥിക്കാൻ. അവൻ പറയാം, കർത്താവെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. ഇന്ന് ഈ 5-ാമത്തെ പകല്, ഇന്ന് നിങ്ങൾക്ക് നല്ല അവസരമാ. ഇനി 15 ദിവസങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. ഈ 15 ദിവസങ്ങളുണ്ട്. അന്നെല്ലാം നീ പറഞ്ഞുകൊണ്ടിരിക്കണം, അപ്പാ ഒരനുഗ്രഹം. ഞാന് ഇങ്ങോട്ട് പോരുമ്പോ കർത്താവിനോട് പറഞ്ഞു, നീ ജനത്തോട് പറയണം, ഞാൻ അനുഗ്രഹത്തിനൊരു പകർച്ച അയക്കാൻ പോവാ. ചില കുടുംബങ്ങളെ തെരഞ്ഞു പിടിച്ച് അനുഗ്രഹിക്കാൻ പോവാ. നിന്റെ കൂടാരത്തിനകത്ത് പോരാടിക്കൊണ്ടിരുന്ന സകല ദുഷ്ടയാധിപത്യങ്ങളും ചില നാഗോന്മാർ താഴെ വീണ പോലെ യേശുവിന്റെ നാമത്തില് ചില ദുഷ്ടശക്തികളെ മുട്ടുകുത്തുന്ന കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് കർത്താവിന് ഒരു ആരാധന കൊടുത്തേ. ഇതിനകത്ത് ദൈവത്തിന്റെ തീ വ്യാപരിക്കുക. ആത്മാവിച്ചുരുടെ ഗഹനമായി പോകുക. യെസ്, വിശ്വാസമുണ്ടോ? ഇന്നും നിന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. ഞാൻ ഇനി അനുഗ്രഹിക്കപ്പെട്ട ലിസ്റ്റിലോട്ട് പോകുന്നില്ല. പ്രധാനമായ ഭാഗത്തേക്ക് വരിക. കണ്ടോ, അനുഗ്രഹം കൊതിച്ചവൻ അനുഗ്രഹം കിട്ടി. അനുഗ്രഹം തന്നേ മാറുമെന്ന് പറയുന്നവൻ അനുഗ്രഹം ദൈവം കൊടുത്തു. അങ്ങനെങ്കിൽ ആക്സ ചോദിക്കുക, എനിക്ക് ഒരനുഗ്രഹം കൂടെ തരണം. ഈ 5-ാമത്തെ പകൽ ആരോടൊക്കെയോ ദൈവം പ്രവചിച്ചു പറയുക, ലഭിച്ചതിൻ്റെ മീതെ ഒരനുഗ്രഹം കൂടെ ചോദിക്കാൻ എത്ര പേര് തയ്യാറാ? നിന്റെ കടമേൽ കിടപ്പുണ്ട് ധാരാളം വാഗ്ദത്തം. ഇന്നത് തരാം, ഇന്നത് തരാമെന്ന് 5 ബുക്ക് എഴുതിയാ തീരാത്ത വാഗ്ദത്തമുണ്ട്. ഒരു പടി കയറി ചോദിരപ്പാ, ഞാൻ മരിക്കും മുമ്പ് എന്റെ സന്തതിയുടെ നന്മ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പാ എന്നോട് ദൈവാത്മാവരെ ചിലരുടെ മേൽ പകരാൻ ദൈവം കൊതിക്കുന്നു, ചിലരുടെ മേൽ വെളിപ്പെടാൻ ദൈവം കൊതിക്കുന്നു. ഈ മീറ്റിംഗ് കണ്ടോ കണ്ടോ കണ്ടോ? യെസ്, റബന രഗദന നിന്നെ ആയുസ്സോടെ വെച്ചേക്കുന്നത് ഒരനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. പൈശാചിക മണ്ഡലം മുറിവേൽക്കുന്നു. വൈരാഗ്യത്തോടെ നിൽക്കുന്നവർ വഴിമാറി തരുന്ന കാഴ്ച. നീ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. 2023 തന്നെ നവംബർ മാസത്തിൽ തന്നെ നീ ആത്മാവ് എന്നോട് പറയുന്നു, ഈ സഭ അനുഗ്രഹിക്കപ്പെടുകയാ. യെസ്, ഇനിയും ഞാൻ ഈ സഭയോട് പ്രവചിക്കുന്നു, ബേഥേൽ ഇതുവരെ കാണാത്ത ഒരനുഗ്രഹം കൂടെ താമസിയാതെ സഭമേൽ വരും. ആത്മാവ് എന്നോട് പറയുന്നു, യെസ്, ഇതിനകത്ത് യൂത്തിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. യൂത്തിനകത്ത് യെസ്, യേശുവിന്റെ നാമത്തില് ഇതിനകത്ത് അസാധാരണ ദൈവപ്രവൃത്തി. ഒരു സ്റ്റീഫനെ ദൈവം എന്നെ കാണിക്കുക. ജീസസ്, യൂത്തിനിടയിൽ നിന്ന് ഒരു സ്റ്റീഫൻ എഴുന്നേൽക്കുന്നു. എനിക്ക് ഹോളി സ്പിരിറ്റ് ഒരു നിയോഗം തരുന്നു, സന്തതിയുടെ മേൽ പകർച്ച. നിങ്ങൾ അടുത്ത 10-20 മിനിറ്റൂടെ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു നിയോഗത്തിലേക്ക് ഈ ദൂത് പോകാൻ പോവുക. എന്നോട് പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, നിയോഗം തീരുമ്പോൾ നിർത്തിയാൽ മതിയെന്ന്. എൻ്റെ അന്ന് നിയോഗം ഒട്ട് തീരത്തുമില്ല. നിങ്ങൾ എന്നെ നോക്കിയിരുന്നേ, സമയം എപ്പോൾ നിങ്ങൾ മറക്കും. ഇപ്പം വാച്ചൊക്കെ ഊരി കവത്തി വെക്ക്. നിങ്ങൾ എന്നെ നോക്കി, ഞാൻ ദൂതിലോട്ട് വരിക. ദൈവത്തിന് സ്തോത്രം. ഞാൻ സഭയെ ശുശ്രൂഷിക്കുമ്പം സമയം പോയെന്ന് പണ്ടൊക്കെ ആൾക്കാർ വാച്ച് നോക്കി കാണിക്കുമായിരുന്നു. ഇപ്പം വിശ്വാസികൾ പോട്ടെന്ന്. ഹല്ലേലൂയ. എന്നാ കാര്യം? വിശ്വാസികളും ആത്മതലം പഠിച്ചു. നമ്മൾ ഇച്ചിരി ഗഹനമായിട്ട് വരാം. ഈ അന്തരീക്ഷം മാറണമെന്ന് വിശ്വാസമുണ്ടോ? 21 ഇരുന്നത് വെറുതെ അല്ല, വാങ്ങിച്ചിട്ടേ പോകാവൂ. ആർ യു റെഡി? ശബ്ദം ബഥേലിൽ കുറയുന്നല്ലോ. ബഥേലിലെ ശബ്ദം ഉയരട്ടെ. എനിക്ക് ആത്മാവ് ഒരു ദൂത് തരുന്നു. ഈ 5-ാമത്തെ പകൽ
ഓ, അപ്പൊ ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. അപ്പൊ എനിക്ക് ഒരനുഗ്രഹം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ. ആ അനുഗ്രഹം എന്തായിരിക്കും എന്നറിയോ? ഇവള് ചോദിക്കുക. ഞാൻ മുമ്പേ അനുഗ്രഹത്തിന്റെ പകർച്ച പറഞ്ഞു. പക്ഷെ ഇവള് പറഞ്ഞു എനിക്കതല്ല വേണ്ടി, എനിക്ക് ഉറവകൾ തരണം. എനിക്ക് ഉറവകൾ തരണം. എന്താ തരണം എന്ന് പറഞ്ഞാൽ വറ്റാത്ത ഉറവകൾ തരണം. വറ്റാത്ത, ഞാൻ ഒത്തിരി വറ്റിയ ഉറവ കണ്ടിട്ടുണ്ട്. അപ്പാ, എനിക്ക് വറ്റാത്ത ഉറവകള്. ഓ ഹല്ലേലൂയ. ഇന്ന് ആരാധിക്കുന്ന നിന്നോടാ ചോദ്യം, കൊതിയുണ്ടോ? ദൈവം നിന്റെ അപ്പനിൽ നിന്ന് ആരും ചോദിക്കാത്ത ഉറവകള്. ഓ ചോദ്യം, കർത്താവേ ഒരറവ എൻ്റെ മോക്ക് കൊടുക്കണേ, ഒരറവ എനിക്ക് തരണേ. ആഗ്രഹിക്കുന്നവരോട് ഞാൻ ദൂത് പറയാ, വറ്റാത്ത ഉറവ. ഈ ഇസ്രായേൽ മക്കൾ ഒരിക്കലേ ഈ മരുഭൂപ്രയാണം ചെയ്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പം ദാഹിച്ചാ ചെന്നേ. അവിടെ വെള്ളമൊന്നും കുടിക്കാൻ കിട്ടിയില്ല. പക്ഷെ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. അത് കുടിച്ചപ്പോൾ ഭയങ്കര കയ്പ്. ഓ, ഈ പാസ്റ്റർ ഉപദേശകരോടാ നടന്ന് മൊത്തം കയ്പാന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവരറിഞ്ഞില്ല, അതിനപ്പുറത്ത് എണ്ണിയാ തീരാത്ത നീരുറവയും പറിച്ചാ തീരാത്ത ഈന്തപ്പനയും അതിനപ്പുറത്ത് ഒരുക്കി വെച്ച കാര്യം ഇവർ മറന്നുപോയി. ദൈവാത്മാവ് ദൂത് പറയാം, നിന്റെ കയ്പ് കാടി പൊട്ടി നീ മുന്നോട്ടൊരു കുതി. ഞാൻ കാണുന്നൊരു വെളിപ്പാട് പറയാം, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു മതിൽ കെട്ടിയിരിക്കുക. ഈ മതിലിനിപ്പുറത്തെല്ലാം ഉണങ്ങിയ പുൽച്ചെടികളാ. മതിലിനപ്പുറത്ത് ഇങ്ങനൊരു പച്ച കളർ കണ്ടിട്ടില്ല, അതുപോലുള്ള പച്ചപ്പുൽത്തകിടി. ദൂത് ഞാൻ പറയാം, നിന്നെ അങ്ങോട്ട് വിടാതെ കെട്ടിയ മതില് ഈ 5-ാം ദിവസം പൊളിയണം. യേശുവിന്റെ നാമത്തില് വാഗ്ദത്തത്തിലേക്ക് കാലുവെക്കാൻ, വാഗ്ദത്തത്തിലേക്ക് ആണോ ചിലരവെ ചാടി പിടിക്കുന്ന. ഓ യേശുവിന്റെ നാമത്തില് ഈ ട്രൈനസ് പൊട്ടണം, ഈ വരണ്ട അനുഭവം പൊട്ടണം, ഈ ഉണങ്ങിയ അനുഭവം പൊട്ടണം, ഈ വാടിയ അനുഭവം പൊട്ടണം, ഈ കരിഞ്ഞ അനുഭവം പൊട്ടണം. ഈ മതിലിനപ്പുറത്ത് എന്നെ ശ്രദ്ധിച്ചേ. ഇച്ചുരുടെ പറയട്ടെ ദൂത്. ദാവീദ് ഒരു പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു ആവശ്യമുണ്ട്. എന്താ ദാവീദേ ആവശ്യം? കർത്താവേ എൻ്റെ ദീപത്തെ ഒരിക്കൽ കൂടെ ഒന്ന് കത്തിക്കണം. അതെന്തോയിനാ? കുറച്ച് നാളുകൊണ്ട് നേരത്തെ ഒരാളെ ഉള്ളായിരുന്നു, ഇപ്പോൾ സൈന്യം പോലൊരു കൂട്ടം എനിക്കെതിരെ എഴുന്നേറ്റിട്ടുണ്ട്. അവന്മാരെന്നെ തീർത്തേ മാറുമെന്നാ പറയുന്നേ. എനിക്ക് അവന് നേരെ പാഞ്ഞു ചെല്ലാൻ നീ എന്നെ ഒന്ന് കത്തിക്കണം. ഓ ജീസസ്, ഇന്നൊരു പകർച്ച നടന്നാൽ ഇവിടെ ഒരു കത്തൽ നടക്കും. ഓ യേശുവിന്റെ നാമത്തില് ചില ആഭിചാര ശക്തികൾ, ചില മന്ത്രവാദ ശക്തികൾ, ചില ദുരാത്മ ശക്തികൾ, ചില വിഗ്രഹ ശക്തികൾ, ചില ജാതീയ ശക്തികൾ, ചില സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്തോ. ഓ യേശുവിന്റെ നാമത്തില് ഇനിയും നീ ഇങ്ങനെ ഇരിക്കത്തില്ല, നിന്റെ ലൈഫ് ചില പടക്കൂട്ടം പോലെ നിൽക്കുന്ന, നിനക്കെതിരെ വെല്ലുവിളിച്ചോണ്ട് നിൽക്കുന്ന ചില പടക്കൂട്ടം പോലെ നിൽക്കുന്ന, അതിന് നേരെ നീ ഒരു അസ്ത്രം പോലെ. കണ്ടോ ഒരു യവത്തപ്പ ഉരുണ്ടു വരുന്നു, അത് മിന്നിയ ബിഥിയാന്യ പാളയത്തെ മറിച്ചതുപോലെ. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂരെ പറയുക, ഇതിനകത്തുനിന്ന് ചില യവയപ്പങ്ങൾ കണ്ടോ ചിലർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ ഒരു രാജകീയ അഭിഷേകം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നോക്കിക്കോ, ചിലരുടെ തലയിൽ തൊട്ട് ഒരു അഗ്നി കത്തുക, നിന്നെ ബാധിച്ച രോഗത്തിന്റെ വൈറസ്. യേശുവേ രജ സകൽ പ്രൗഢമനഗസി
എല്ലാവർക്കും ഇല്ല. സെലക്ട് ചെയ്ത ചിലരെ ഇന്ന് ദൈവം ഫില്ല് ചെയ്യാതെ വിടുകയില്ല. ഓ, പാത്രത്തിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ. ഓ യേശുവേ, യേശുവേ, ഒരു അക്തിയുടെ വ്യാപാരം. യേശുവിന് അടുത്തിരിക്കുന്ന ആളെ നോക്കാതെ, എനിക്കറിയാം ചിലരുടെ ശരീരത്ത് ആ തീ കത്തുന്നു, ചിലരുടെ ഹൃദയത്തിൽ ആ തീ കത്തുന്നു, ചിലരുടെ ശിരസിൽ. നീ ചോദിച്ചില്ലയോ എന്ന് നടക്കും? ആത്മാവ് പറയുന്നു ഇന്ന് നടക്കും. കണ്ടോ റബ, അടുത്ത മിനിറ്റുകൾ ആളിക്കത്തുന്ന തീ. യേശുവിന്റെ നാമത്തിൽ ചില സൈന്യം മറിയുന്നു. ചില ഊട് മന്ത്രവാദികൾ. യേശുവേ, ലമ, ഒരു അഭിഷേകത്തിന്റെ പകർച്ച എനിക്ക് ദൈവാത്മാവ് ദൂത് തരുന്നു. ചില ലിവർ സിറോസിസ് ഹീലാകുന്നു യേശുവിന്റെ നാമത്തില്. എനിക്ക് ആത്മാവിൽ കാണാം കിഡ്നിയുടെ മേൽ വെളിപ്പെട്ട മുഴകൾ അപ്രത്യക്ഷമാകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രസംഗം കഴിഞ്ഞു, നിങ്ങൾ നോക്ക്. ഇനി ദൂത് പറയാൻ പോവാ. പ്രസംഗം കഴിഞ്ഞു, നിങ്ങൾ നോക്കിയേ. ബൈബിളൊക്കെ മടക്കിയോ? നിങ്ങൾ എന്നെ നോക്ക്. പക്ഷെ പ്രസംഗം കഴിഞ്ഞു, ദൂത് നിർത്തിയില്ല, ദൂത് പറയാൻ പോവാ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിങ്ങൾ നോക്കിയേ, ഈ മതിലിനപ്പുറത്തൊരു പച്ചിപ്പുണ്ട്, അവിടോട്ട് കയറണം. 23 സങ്കീർത്തനം പറയാ, എൻ്റെ ഇടയൻ ആരെയാണെന്ന് അറിയാമോ? ഉണക്കപ്പുലിനെ കിടത്തുവെന്നല്ല, പച്ചയായ പുൽ തകിടിയിൽ എന്നെ കിടത്തും. നിനക്ക് അനുഭവിക്കാൻ ദൈവം അനുവദിച്ചത് നീ അനുഭവിച്ചേ പറ്റൂ. ഓ, റെഡിയാന്നോ? എന്റെ കണ്ണീന്ന് ദർശനം പോകുന്നില്ല. എന്റെ ആ തൂണോട് ചേർന്നിരിക്കുന്ന അച്ഛനെന്ന് എഴുന്നേരച്ച. അളവ് നൂൽ നിനക്ക് മനോഹര ദേശത്ത് വീണിരിക്കുക. നല്ലൊരു അവകാശം നിനക്കറിയാമോ? നിന്റെ കയ്യും കാലും കൂടെ കൂട്ടിക്കെട്ടി നിന്നെ രോഗിയാക്കി കിടത്തി വെള്ളമെന്ന് വിളിപ്പിക്കാൻ ശത്രു നോക്കുമ്പോൾ ഇന്ന് നിന്റെ കെട്ടഴിച്ചു വിട്ട്. ജീസസ്, ഞാൻ വെളിപ്പാടി പറയുക, ഇന്നത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ പല രോഗങ്ങളുടെ വൈറസുകളും നിന്റെ ശരീരത്ത് നിർജീവമായ വാർത്ത. ഹോളി സ്പിരിറ്റ് അച്ഛാ, ഇരിക്കൽ അവിടെ തന്നെ നിന്നോണം. നിന്റെ അടുക്കൽ ദൈവദൂതന്മാർ നിൽക്കുന്നു. നിന്റെ 2 തോളിലും ഒരു അഭിഷേകം നിനക്ക് ദൈവം തരിക. ഓ, യേശുവിന്റെ നാമത്തിൽ വിശ്വാസമുള്ള എത്ര പേര്? സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ. പുള്ളി ഷാളിട്ടേക്കുന്ന സിസ്റ്റർ ഇവിടെ ഏറ്റവും മുമ്പിൽ അപ്പുറത്തെ സൈഡിൽ ഇരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുക. കർത്താവ് നിങ്ങളോടൊരു കാര്യം പറയുക. ഏലിയാവ് എന്നുള്ള പുതപ്പ് ഏലിശേഷി മാത്രമല്ല, നിനക്കൂടെ തരാൻ പോവുക. എനിക്ക് കാണാം ഒരു അഗ്നി കൊണ്ടുള്ള പുതപ്പ്. ഓ, ഞാൻ ആത്മാവിൽ കാണുക, ഈ ദേശത്ത് വീണൊരു ഡാർക്ക്നെസ്, കാറ്റിൽ ഇരുട്ടോടി പോകുന്ന പോലെ. എല്ലാം വലിയ പൊളിച്ചുപണി നടക്കാൻ പോവുക. ബിൽഡിംഗ് അടക്കം പൊളിച്ചുപണി നടക്കാൻ പോവുക. യേശുവിന്റെ നാമത്തില് അതിരിനെ വിസ്താരമാക്കുന്ന അഭിഷേകം. എന്നോട് ദൈവം ഒരു വെളിപ്പാട് പറയാൻ പറഞ്ഞു. എഴുന്നേപ്പിച്ച് നിന്നവർ 5 മിനിറ്റ് നിന്നോ. നിങ്ങളോട് ഇച്ചിരൂടെ പറയാനുണ്ട്, അതുകൊണ്ടാ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് സിസ്റ്റർ ഒരു കാര്യം കൂടെ പറയാം. ജീസസ്, ആ പുതപ്പ് നിന്റെ മേലിടുമ്പം എനിക്ക് നിന്റെ വീടിൻ്റെ അകത്തോട്ട് കയറണം. അകത്തോട്ട് കയറിയിട്ട് അതിനകത്തൊരനുഗ്രഹം പകർന്നേച്ച് ആ അനുഗ്രഹം കൊണ്ട് നിന്നെ കൈക്ക് പിടിച്ച് വെളിയിലോട്ട് ഇറക്കണം. അങ്ങനെ ഒരു വലിയ അഭിഷേകത്തിൻ്റെ പകർച്ച എനിക്കിവിടെ നിൽക്കുന്ന ചിലരോട് ദൂത് പറയാനുണ്ട്. ആ ദൂതൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ചിലരുടെ കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങ് എഴുന്നേക്കും. അമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിങ്ങൾ ഇരുന്നാട്ട് ആ 2 കാര്യം കൂടെ ഒന്ന് പറയട്ടെ. ഈ സഭയ്ക്കകത്ത് പാസ്റ്ററെ എല്ലാം പുതുതാകാൻ പോവുക. പുതുതാകാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം, ചിലരുടെ അന്യഭാഷ വരെ പുതുതാവും.
അങ്ങനെ ഒരു തലം ഹോളി സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പോവാ. ഞാനിവിടെ ദൂതെടുക്കുമ്പോൾ എനിക്ക് കാണാം ആകാശമണ്ഡലത്തിൽ നിന്ന് ഇരുട്ടിന്റെ ശക്തികൾ തന്നെ ഓടി മാറുന്ന. ഞാൻ ആത്മതലങ്ങളിൽ നിന്നുകൊണ്ടായി ദൂത് വിവരിക്കുന്നത്. ഇന്നും നിന്റെ വീടിന്റെ പരിസരത്തു നിന്ന് നിന്നെ അമർത്തി കെട്ടിയ, ഒതുക്കി കെട്ടിയ നിന്റെ അടുക്കൽ നിപ്പുണ്ട മറുപടി. നിന്റെ അടുക്കൽ നിനക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ആ മറുപടി നിപ്പുണ്ട്. ആ മറുപടി നിപ്പുണ്ട്. ആ ഉത്തരം നിപ്പുണ്ട്. ആ ദൂത് നിപ്പുണ്ട്. യെസ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. അപ്പാ എനിക്ക് ഒരനുഗ്രഹം തരണം. ആ അനുഗ്രഹം എന്തായിരിക്കണം? ഉറവകളായിരിക്കണം. ആ അനുഗ്രഹം എന്തായിരിക്കണം? ഉറവയല്ല, ഉറവകൾ. ഒന്നിലധികം ചോദിച്ചവൻ അപ്പന്റെ പ്രത്യേകത പറയാം. താഴെയും കൊടുത്തു, മേളിലും കൊടുത്തു. നോക്കി, മാറയിലെ വെള്ളം കൊണ്ട് തീർന്നെന്ന് പറയുമ്പോൾ തീർന്നില്ല. നിനക്കൊരു എലീമുണ്ട്. ആ എലീമിനകത്ത് 12 നീരുറവയും 70 ഈന്തപ്പനയും. നിന്നെ ഇന്നലകളിൽ എന്തുമാത്രം കയ്പിച്ചോ ആ കയ്പ് തീരത്തക്കവണ്ണം പഴുത്തു നിൽക്കുന്ന ഈന്തപ്പന തോട്ടങ്ങളും. കണ്ടോ ലാസ. ചിലർക്കൊക്കെ ചിലത് മനസ്സിലായി, ചിലർക്കൊക്കെ ചിലത്. യെസ്. ഞാൻ വീണ്ടും പറയുക, നിങ്ങളെ ദൈവം മറന്നിട്ടില്ല. നിങ്ങൾ ചോദിക്കുന്ന വിഷയത്തിന്റെ മറുപടി നിങ്ങളുടെ അടുക്കലുണ്ട്. ഞാൻ ഒരു കൊച്ചു കാര്യം പറഞ്ഞു വരാം. സ്തോത്രം. കോട്ടയത്ത് ഞാനൊരു ചർച്ച പെടുന്നുണ്ടിരിക്കുക. പണിയോട് ബന്ധപ്പെട്ടൊരു വലിയ തടസ്സം 3 വർഷം മുമ്പ് നേരിട്ടു. ആ തടസ്സം 2.5 വർഷം നിലനിന്നു. സ്തോത്രം. ചർച്ച പണിയാൻ കുറച്ച് പൈസയൊന്നുമല്ല വിഷയം, പക്ഷെ തടസ്സം നിൽക്കുക. സ്തോത്രം. ആ നാളുകളിൽ ഒരു ദിവസമാണ് ഈ വാക്യം എന്നോട് സംസാരിച്ചത്. ഒരു ഭരണി എണ്ണ അവിടെ വീട്ടിലുള്ള ഭരണിയിലെ എണ്ണ, അതുകൊണ്ടാണ് അവിടെ പ്രശ്നം പരിഹരിച്ചത്. ഞാൻ അന്നേരം പറയാൻ തുടങ്ങി, സഭയിൽ എന്ന് പറഞ്ഞു, നമ്മുടെ വിഷയത്തിന്റെ പരിഹാരം നമ്മുടെ അടുത്ത് എവിടോ ഉണ്ട്. ഈ 2.5 വർഷം കൊണ്ട് എന്നും എന്നെ ഒരാൾ ചിരിച്ചു കാണിക്കുക. ഞാൻ അറിഞ്ഞില്ലല്ലോ ഈ ചിരിച്ചു കാണിക്കുന്ന പുള്ളിയെ ആളെന്ന്. ഞാനും തിരിച്ച് പകുതി ചിരിച്ചു കാണിച്ചു. അന്നോട്ട് ഞാൻ തീരുമാനമെടുത്തു, ഇച്ചിരി ചിരിക്കുന്നതിനോട് ഒത്തിരി ചിരിക്കാൻ. ആരെയും നിന്നോട് ഇച്ചിരി ഒന്ന് ചിരിച്ചെങ്കിൽ നന്നായിട്ടങ്ങ് ചിരിച്ചായിരുന്നു. നന്നായിട്ട് ചിരിച്ചായിരുന്നു അന്നേ പുള്ളി മിണ്ടിയനെ എന്നോട്. ഞാൻ ഇച്ചിരി ഹെഡ് വെയിറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് പുള്ളി ചിരിച്ചപ്പോൾ അങ്ങനെ ചിരിച്ചു. ചൊവ്വ ചിരിച്ചായിരുന്നെങ്കിൽ നമ്മുടെ കുഴപ്പമാണ്. എൻ്റെ കുഴപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം പുള്ളിയോട് വഴിയിൽ നിന്ന് നന്നായിട്ടൊന്ന് ചിരിച്ചതാ. പുള്ളി വന്ന് എന്നോട് ചോദിക്കുക, ഞാൻ ഈ ഭാരപ്പെട്ട 2.5 വർഷം പ്രാർത്ഥിച്ച വിഷയം ഞാൻ അങ്ങ് പരിഹരിച്ച് തരട്ടെ. ഞാൻ പറഞ്ഞു, എന്നാ പരിഹരിക്കാം. പുള്ളി അങ്ങോട്ട് നെഞ്ചും നെറ്റിയും കൊടുത്ത് ഇറങ്ങി നിന്ന് ആ പ്രശ്നം അങ്ങോട്ട് പരിഹരിച്ചു തന്ന് അങ്ങനെ ആ പണി മുമ്പോട്ട് പോയി. നിനക്കൊരു പ്രശ്നം വരുമ്പോൾ ഓർത്തോണം, ഒന്നി നിന്റെ ഫ്രണ്ട് സർക്കിളിൽ, അതേ നിന്റെ രക്തബന്ധത്തിൽ, അല്ലേ നിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, അല്ലേ നിന്റെ ഇന്നർ പെർ സർക്കിളിൽ നിന്റെ പരിഹാരം വേറൊരാളുടെ അടുക്കൽ ദിപ്പുണ്ട്. ഇത് കാണാൻ നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. നിനക്ക് മനസ്സിലാകാത്ത ഭാഷ. ഈ ഒരു ഭരണി എണ്ണ വെച്ചോണ്ടാണ് ഇവൾ ഈ കഴിഞ്ഞ നാളുകളിൽ നീറിയത് മൊത്തം. ഈ മാറയുടെ കരയെ കിടന്ന് ഈ വൃക്ഷം നിർത്തിക്കൊണ്ട ഈ കയ്പിന് മൊത്തം പിറുപിറുത്തെ. പാറയ്ക്കകത്തെ വെള്ളം വെച്ചോണ്ട മോശക്കെതിരെ എതിരിയോഗം ഉണ്ടാക്കിയത്. നോക്കിക്കേ, നിനക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നിന്റെ മറുപടി നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. ഇച്ചിരൂടെ ആത്മതലം തുറന്നു വാ. ദൈവത്തെ ഇച്ചിരൂടെ വിശ്വസിക്കുക. എൻ്റെ കർത്താവ് എനിക്ക് ദോഷം ചെയ്യത്തില്ല, എൻ്റെ പരിഹാരം എൻ്റെ അടുക്കൽ നിൽപ്പുണ്ട്. വിശ്വാസം കൊണ്ട് സ്തോത്രം ചെയ്യ. എൻ്റെ പണ്ട് എമ്മി ചെറിയാനാണ് എനിക്ക് തോന്നുന്നേ. ഒത്തിരി പാട്ടെഴുതിയ മനുഷ്യനാണ് എമ്മി ചെറിയാൻ. പേര് തെറ്റിപ്പോയ ക്ഷമിക്കണേ. അനുഭവം പറയുമ്പോൾ അറിയാവുന്നവർക്കറിയാം. പണ്ടത്തെ കാലത്ത് അദ്ദേഹത്തിന് ഭാര്യ ഗർഭസ്ഥയായി. സ്തോത്രം. പ്രസവ സമയമായപ്പം
ആശുപത്രി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പൈസയില്ല. ഒരു റെയിൽവേ ട്രാക്കിന്റെ അടുക്ക, റെയിൽവേ സ്റ്റേഷന്റെ അടുക്കലാണ് പുള്ളി താമസിക്കുന്നത്. രാത്രി 1:30-2 മണി ആയപ്പം ഭാര്യയ്ക്ക് ഭയങ്കര വയറുവേദന, അലറിക്കരയുവാ. സഹായിക്കാൻ ആരുമില്ല, ഒരു വൈറ്റാറ്റിയെ വിളിക്കാൻ പൈസയില്ല. അദ്ദേഹം ആ താമസിക്കുന്ന വീടിന് മുമ്പിൽ കൂടെ കൈ ചുരുട്ടി ഇങ്ങനെ നടക്കുക. ട്രെയിനുകൾ ശൂളം വിളിച്ചു പോകുന്നു. ഒരു ട്രെയിൻ കൊണ്ട് സ്റ്റേഷനിൽ നിർത്തി. ആ ട്രെയിൻ ശൂളം വിളിച്ചു പോയി. നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഇരുട്ടത്തൂടെ നടന്നു വരുന്നു. വന്നപ്പോഴേ കൈ ഒപ്പിച്ചു, സാറേ റെയിൽവേ സ്റ്റേഷനിൽ ആരുമില്ല, 3 സ്റ്റേഷൻ അപ്പുറത്തിറങ്ങേണ്ടതായിരുന്നു സാറേ, ഉറങ്ങിപ്പോയി സാറേ, വെളുക്കുന്നിടം വരെ ഈ തിണ്ണയിലൊന്ന് ഇരുന്നോട്ടെ. അയ്യോ ഇരുന്നാട്ടെന്നാ ദൈവദാസൻ പറഞ്ഞു. ജീസസ്. ആ സ്ത്രീ ചോദിച്ചു, സാറെന്താ പാസ്റ്റർ, സാറെന്താ ഇങ്ങനെ രാത്രി നടക്കുന്നേ? എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാ, അവൾ പ്രസവവേദന കൊണ്ട് നിലവിളിക്കുക. അയ്യോ സാറ് പറയണ്ട, ഞാൻ നേഴ്സാ. അവൾ അകത്തോട്ട് കയറി അത്ഭുതകരമായ കുഞ്ഞിനെ പുറത്തെടുത്തു. ഞാനൊരു ദൂത് പറയാ, ദൈവത്തിന് സ്തോത്രം, ആർക്കെല്ലാം തെറ്റിയാലും എന്റെ ദൈവത്തിന് തെറ്റത്തില്ല പോലെ. അകലെ അല്ല ദൈവം, നിന്റെ അടുക്കല, നിന്റെ ചാരയുണ്ട് യേശു. അകലെ നിൽക്കുന്ന യേശുവിനെ കുറിച്ച് അല്ല എന്റെ പ്രസംഗം. ചോദ്യം, അപ്പാ ഒരനുഗ്രഹം. നിർത്തുവോ? ശ്രദ്ധിച്ചേ, അപ്പം താഴെയും കൊടുത്തു, ഉറവാ മേളിലും കൊടുത്തു. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. ബാക്കി പറയാമോ? ഇച്ചിരൂടെ ശബ്ദം ഉയർത്തി പറയാമോ? ആരോഗ്യമുള്ള ഒരു വർത്താനം പറ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും എനിക്ക് വേണ്ടി അത്യന്തപരമായി ചെയ്യുന്ന കർത്താവ്. ഓ ഹല്ലേലൂയ. നീ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ കാര്യം അല്പ ദിവസത്തിനകത്ത് നടക്കും. നീ ചോദിച്ചതിനേക്കാൾ വലിയ കാര്യം, നീ പ്രാർത്ഥിച്ചതിനേക്കാൾ വലിയ കാര്യം, നീ ഉപവസിച്ചതിനേക്കാൾ വലിയ കാര്യം, നീ നിലവിളിച്ചതിനേക്കാൾ വലിയ കാര്യം. സ്തോത്രം. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഈ 1ാമത്തെ സെഷൻ വൈകിട്ട് ഞാൻ മറ്റൊരു ഭാഗമേ പ്രസംഗിക്കത്തുള്ളൂ. സ്തോത്രം. അതെൻ്റെ ഉള്ളിൽ കിടന്ന് തിങ്ങുമായോണ്ടാ. അപ്പാ ഒരനുഗ്രഹം, അപ്പാ അപ്പാ ഒരനുഗ്രഹം. അപ്പാ നിങ്ങൾ എന്നെ നോക്കി, അങ്ങനെ ചോദിക്കണേ, അങ്ങനെ ഒരു ബന്ധം വേണം. അല്ല ചുമ്മാ യോധനയും കൊണ്ടുവിട്ട് കിട്ടുകയല്ല. നല്ല ബന്ധമുണ്ട്. അപ്പനെ അറിയാം ഇവക്ക. അപ്പ അനുഗ്രഹം ഉറവകളായിരിക്കണം. അപ്പം പറഞ്ഞു, മോളെ നിനക്ക് താഴെയും മലമുകളിലും ഉറവ. ചിലരെയൊക്കെ വിളിച്ചുകൊണ്ട് കാണിക്കാനുള്ള വക കർത്താവ് ഒരുക്കും. നിന്നെ നിന്നിച്ചവരുടെ നടുവിൽ വിളിച്ചോണ്ട് കാണിക്കാൻ, വിളിച്ചോണ്ട് കാണിക്കാൻ, വിളിച്ചോണ്ട് കാണിക്കാൻ. ആ സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ പണ്ട് ഓർക്കുന്നുണ്ടോ? ഞാനത് എങ്ങനെയാ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ അക്ഷരം ശരിയാകാൻ ഇരട്ടവരയിൽ അക്ഷരം എഴുതിപ്പിക്കുമായിരുന്നു. മലയാളിയാണോ? എന്നാൽ ഇപ്പം മനസ്സിലാവും. കേരളത്തിൽ പഠിച്ചിട്ടുണ്ടോ? അപ്പം അക്ഷരം എഴുതുമായിരുന്നു. നമ്മുടെ അക്ഷരം ആയുടെ ദീർഘം മേളിൽ പോകാതിരിക്കാനും റായുടെ വര താഴെ പോകാതിരിക്കാനും. എഴുതിക്കുന്നത് എന്തിനാ? ഹാൻഡ് റൈറ്റിങ് നന്നാക്കാനാണ്. ഞാൻ അങ്ങനെ ഒരു കാഴ്ച കാണുക. ഇതുവരെ നന്നാകാത്ത ചില ഹാൻഡ് റൈറ്റിങ് നന്നാക്കുന്ന പോലെ നിന്റെ ജീവിതത്തെ 2 വരകൾക്കിടയിലൂടെ പരിശുദ്ധാത്മാവ് പ്രത്യേക എഴുത്തുകൾ തന്ന് നിന്നെ മുമ്പോട്ട് നടത്താൻ പോവാ. ഇപ്പം നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്നൊരു വാദമുണ്ട്. ഇന്ന് ആ വാദം പൊട്ടുന്നൊരു അഭിഷേകം നിന്റെ ശിരസിന്മേൽ വീഴുമ്പോൾ, ഓ യേശുവിൻ്റെ നാമത്തിൽ, ഓ റബന. നോക്കി, ഇത്രയും ദൂരമേ ഉള്ളൂ. ഈ സ്ക്രീൻ ഇത്രയും ദൂരമായ യാത്രയേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ പാത വിശാലപ്പെടും. എന്നോട് ദൈവം പറയും, ആരെയും അഭ്യസിപ്പിക്കാത്ത ചിലത് ഈ ചെറിയൊരു കാലം കൊണ്ട് നിന്നെ അഭ്യസിപ്പിക്കും. എന്നിട്ട് നിന്റെ കൂടാരത്തിനകത്തുനിന്ന് അഭ്യസിപ്പിച്ച ചിലതിനെ പുറത്തെടുക്കുന്ന ഒരു അഭിഷേകത്തിന്റെ കലവറ.
എനിക്കെന്തോ ദൈവാത്മാവിന്റെ നിയോഗം കർത്താവ് തരുക. എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് കർത്താവിന്റെ ആത്മാവ് ചെയ്യാൻ പോവുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശ്വാസമുണ്ട് അപ്പ ഒരനുഗ്രഹം. എത്ര പേരത് ചോദിക്കുന്നുണ്ട്? നമുക്കെല്ലാവർക്കും എഴുന്നേക്കാം. അപ്പൊ എനിക്ക് ഇപ്പോൾ ഉള്ളതിൻ്റെ കൂടാതെ ഒരനുഗ്രഹം കൂടെ വേണമെന്ന് എത്ര പേര് പറയും? അങ്ങനെ ഒത്തിരി കൊതിയുള്ളവർ മുന്നോട്ടൊന്ന് വന്നാൽ, എല്ലാവരും വരണമെന്നില്ല, ഒത്തിരി കൊതിയുള്ളവർ, ഒത്തിരി കൊതിയുള്ളവർ. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ തലം വെച്ച് നിങ്ങളുടെ അപ്പനോട് ചോദിക്കാം. ഞാൻ വിളിച്ചത് ഞാൻ ചോദിക്കാൻ പോവാ. എൻ്റെ കൂടെ നിങ്ങളും ചോദിക്കണം. അച്ഛാ ചോദിക്കണം, അച്ഛാ ചോദിക്കണം, അച്ഛാ. ചോദിക്കുമ്പം കർത്താവ് അത് തരും. നിനക്കും തരും, നിന്റെ വീടിനകത്തും തരും. അങ്ങനെ ചോദിച്ചു വാങ്ങിക്കാൻ നീ പഠിച്ചോ. പലതും എണ്ണി എണ്ണി നിനക്ക് തരാൻ പോവാ. അല്പസമയം കർത്താവേ ജീസസ്, ഇനി നിൽക്കുന്നവരൊക്കെ അവിടെ തന്നെയൊക്കെ നിന്നോ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ജീസസ്, രോഗസൗഖ്യം വേണ്ടവർ അത് ചോദിക്കണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ സന്തതികൾക്ക് പാർക്കേണ്ട സ്ഥലം ഈ ദിവസങ്ങളിൽ ദൈവം ഒരുക്കി തരും. ജീസസ്, ആ താടി വെച്ച് അങ്കിളൊന്ന് കൈപൊക്കി പിടിച്ച്. ജീസസ്, കർത്താവ് ഒരാളെ സ്നേഹിച്ചാൽ, കർത്താവ് ഒരാളെ കരുതിയാൽ എങ്ങനെ കരുതുമെന്ന് കാണിച്ചു തരാൻ നിന്നെ ദൈവം തിരഞ്ഞെടുക്കും. ഉടനെ ഈ അവസ്ഥയെല്ലാം മാറാൻ പോവുക. എനിക്ക് ദൈവാത്മാവ് കാര്യം കാണിച്ചു തരുന്നു. ജീസസ്, ചരടുകൾ പൊട്ടിമാറുന്നത് പോലെ, ഇരുട്ടിന്റെ സങ്കേതങ്ങൾ പൊട്ടിമാറുന്നത് പോലെ, ചില ദുഷ്ട വ്യാപാരങ്ങൾ പൊട്ടിമാറുന്ന വെളിപ്പാട് എനിക്ക് പ്രാർത്ഥനയിൽ കാണാം. അല്പസമയം അമ്മ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. എത്ര പേർ റെഡിയാണ്? മറക്കരുത്, അപ്പ ഒരനുഗ്രഹം. ആ കൈ ഉയർത്തി പിടിച്ചോണ്ട് നിൽക്കുന്ന ആന്റി, ഇച്ചിരുടെ കൈ ഉയർത്തി പിടിച്ച കണ്ണാടി വെച്ച ആന്റി. ജീസസ്, ദൈവത്തിന് നിന്നെ ഒത്തിരി ഇഷ്ടമുണ്ട്. ജീസസ്, ഞാൻ കാണുന്നൊരു കാഴ്ച, പണ്ടൊക്കെ സഞ്ചാര ഉപദേശിമാര് തോളെ കൂടെ ഒരു ബാഗ് തൂക്കിക്കൊണ്ട് നടക്കും, തുണി കൊണ്ടുള്ളൊരു ബാഗ്. നിന്റെ ഈ ഉയർത്തിപ്പിടിച്ച കൈയുടെ തോളൻ ഒരു ബാഗ് അണിയിക്കാൻ പോവാ. ആ ബാഗിൽ നല്ല വീതിയുള്ളൊരു വള്ളിയാ ഉള്ളത്. അത് നിന്റെ നെഞ്ചത്തൂടെ താഴെ വരെയും നിന്റെ ബാക്കിൽ കൂടെ താഴെ വരെയും കിടക്കുന്ന കാഴ്ച ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ ബാഗിന്റെ കളറ് മാറുന്നു. അത് തീയുടെ കളറാകുന്നു. നിന്റെ നെഞ്ചിനും പുറത്തും ഒരുപോലെ ഒരു അഗ്നിയുടെ സ്പർശനം. ഓ, അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. നമ്മൾ രോഗസൗഖ്യം ഒന്നും അല്ല ഇപ്പൊ ചോദിക്കുന്നേ. ഒറ്റ കാര്യമാണ്, എനിക്ക് ദൈവാത്മാവ് ഒരു നിയോഗം തരുന്ന ഈ സഭയോട്. കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, മുഴുവൻ കൈ ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് മനസ്സ് തുറന്ന് പറ, അപ്പാ എനിക്ക് ഒരു അനുഗ്രഹം താപ്പാ. ഒത്തിരി തന്നില്ലേ അപ്പൻ, തന്നില്ലേ മക്കളെ, അതിനപ്പുറത്ത് ഒന്നുകൂടെ ചോദിക്കാമോ? അപ്പൊ ഒരനുഗ്രഹം കൂടെ ഞാൻ കൊതിക്കുന്നപ്പാ. ഓ, ഞാൻ കൊതിക്കുന്നപ്പാ. ചിലർക്കൊരു ശുശ്രൂഷയായിരിക്കും, ചിലർക്കൊരു കൃപാവരമായിരിക്കും, ചിലർക്കൊരു വെളിപ്പാടായിരിക്കും, ചിലർക്കൊരു അഭിഷേകമായിരിക്കും. ഓ, എനിക്ക് ദൈവാത്മാവ് ഉറപ്പ് തരിക. നിങ്ങൾ നോക്കിക്കോ, കൈ ഉയർത്തി പിടിച്ചോണ്ടിരിക്കുമ്പോ ഈ സഭയോടൊരു പ്രവചനം പറയാം. നിങ്ങളുടെ ഇടയിൽ നിന്ന് 3 യൗവനക്കാർ എഴുന്നേക്കും. ജീസസ്, 3 യൗവനക്കാർ എഴുന്നേക്കും. അവരൊരു തീയുടെ ശുശ്രൂഷയുമായിട്ടാണ് എഴുന്നേക്കുന്നത്. അവരെ ദൈവത്തിന് വേണം. ഈ സഭയുടെ മുഖച്ഛായ മാറത്തക്ക രീതിയിൽ, ഓ യേശുവിന്റെ നാമത്തിൽ, ആത്മാവ് പറയുന്നു, ഇവിടുത്തെ അഭിഷക്തന്മാർ അവരെ വലിയ ലീഡർഷിപ്പ് പഠിപ്പിക്കാൻ പോവാ. എന്നിട്ട് അവര് ഭയങ്കര അഭിഷേകത്തോടെ ജ്വലിക്കുന്ന കാഴ്ച. ഓ യേശുവിന്റെ നാമത്തില് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ആത്മാവ് പറയുക, ഈ സഭയിൽ ഒരു അനുഗ്രഹത്തിന്റെ പകർച്ച നടക്കുക. 1-2 മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, നിർത്താതെ പ്രാർത്ഥിച്ചേ. ഈ 5-ാമത്തെ പകൽ, ആഗസ്റ്റ് മാസം 14, നവംബർ മാസം 16-ാം തീയതി നിനക്ക് മറക്കാനൊക്കാത്ത ദിവസമാകട്ടെ. മനസ്സിൽ പറ, അപ്പാ ഒരനുഗ്രഹം.
പക്ഷെ ഒന്നല്ല, നിങ്ങൾക്ക് 2 അനുഗ്രഹം ദൈവം തരുമെന്ന് പറയുക. പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നോ, നിങ്ങളുടെ മേൽ ഒരു പുതപ്പ് വീഴുന്നത് ഞാൻ കാണുക. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചേ. യേശുവേ, 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 യേശുവേ. ശബ്ദം ഉയരട്ടെ. യേശുവേ, ശബ്ദം ഉയരട്ടെ. നമ്മൾ യേശുവിനാണ് പ്രാർത്ഥിക്കുന്ന. യേശുവേ, യേശുവേ, യേശുവേ. നിനക്ക് ശബ്ദം തന്നത് യേശുവേ എന്ന് വിളിക്കാനാ. 1000കണക്കിന് കൈകൾ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ, നിർത്തരുത്, നിർത്തരുത്. യേശുവേ, 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 നിർത്തരുത്. യേശുവേ, യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ. ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ, ലൈവിൽ കേട്ടോണ്ടിരിക്കുന്നവർ, വീടുകളിൽ കേട്ടോണ്ടിരിക്കുന്നവർ, ഓഫീസിൽ കേട്ടോണ്ടിരിക്കുന്നവർ, ഇവിടെ കൂടി വന്നവർ, ആത്മാവ് എന്നോട് പറയുക, ഒരു റിവൈവൽ നടക്കാൻ പോവുക. പിതാവിനോട് ചോദിക്കുക, അപ്പാ ഒരനുഗ്രഹം താപ്പാ, ഉറവകളെ താപ്പാ. അപ്പൻ ദൈവത്തിന് സ്തോത്രം. പ്രത്യേകത ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യും. നമ്മൾ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. അന്ന് പ്രാർത്ഥിച്ചു നമ്മളന്ന് ആരാധിക്കും. ഈ ആരാധനയുടെ പകർച്ച നടക്കും. നിയന്ത്രിക്കാൻ വയ്യാത്ത അഭിഷേകം. എന്നോട് ദൈവാത്മാവ് പറയുക, നീ നാളുകൾ ആഗ്രഹിച്ചില്ലയോ, ഒരു നിറവ് എന്ന് തരും. യേശു പറയും, ഇന്ന് തരും. ഇന്ന് നീ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നിന്റെ വീട്ടിലെ നിന്റെ കുഞ്ഞിനെ പിടിച്ച് അടുത്തു നിർത്തണം. അവന്റെ തലയിലോട്ട് കൈവെക്കണം. കർത്താവേ, എന്നിൽ പകർന്ന പകർച്ച അവന്റെ മേൽ വരട്ടെ. ഓ ജീസസ്, യേശുവിന്റെ നാമത്തില് ഇതിന് അടുത്ത ലെവലില് ഒരു അഭിഷേകം വ്യാപരിക്കാൻ പോവാ. ജീസസ്, നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മളൊന്ന് ആരാധിക്കാൻ പോവാ. ആദ്യം എത്ര പേർ റെഡിയാണ്? ആരാധിക്കാൻ റെഡിയാണ്. അന്യഭാഷ പുതിയതാകാൻ പോവാ. കൃപാവരങ്ങൾ പുതിയതാകാൻ പോവാ. വെളിപ്പാട് പുതിയതാകാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ എനിക്കിവിടെ കാണാം ചില മാരക രോഗങ്ങൾ സൗഖ്യമാകുന്നു. രോഗമുള്ളവര് രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചോ. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഓരോരുത്തരും ഒന്ന് തൊടാനും അതിനുള്ള സമയമൊന്നും എടുക്കുന്നില്ല. വൈകിട്ടൊക്കെ അതിനുള്ള സമയം എടുക്കാം. യേശുവേ, നിന്റെ തൊണ്ടയിലെ മുഴ, നിന്റെ തൈറോയിഡ്, ലിവർ സിറോസിസ്, ബാക്ക് പെയിന്, ത്രോട്ട് പെയിന്, ചെസ്റ്റ് പെയിന്, ഇന്ന് പകൽ നിന്നെ ബാധിച്ച ശത്രു, ഓ യേശു നിന്നെ വിട്ടുപോകുക. ഇപ്പോൾ തന്നെ മുഴ അപ്രത്യക്ഷമാകട്ടെ യേശുവിന്റെ നാമത്തില്. ആരും തൊടാതെ രോഗം സൗഖ്യമാകട്ടെ. നിന്റെ കരത്തിലൊരു അഗ്നി വ്യാപരിക്കുക. നിന്റെ ശ്വാസനാളത്തെ ബന്ധിച്ച നിന്റെ അനുഗ്രഹത്തിനെതിരെ നിൽക്കുന്ന ശത്രുവിനെ ഇന്ന് പൊട്ടിക്കാൻ പോവുക. 2-3 മിനിറ്റ് കൈ അവിടെ വെച്ച് പ്രാർത്ഥിച്ചേ. ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തില് ഈ ജനത്തിന് സൗഖ്യം വ്യാപരിക്കട്ടെ. നിന്റെ ഷോൾഡർ പെയിൻ, ഓ യേശുവിന്റെ നാമത്തില്. നിന്റെ ബാക്ക് പെയിൻ, നിന്റെ ലിവർ സിറോസിസ്, യേശുവിന്റെ നാമത്തിൽ ഹീൽ ആകട്ടെ. മൈറ്റി നെയിം ഓഫ് ജീസസ്. ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. യെസ്. 1-2 മിനിറ്റ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. ആ കൈ അവിടെ വെച്ചോണ്ട് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ചാൽ ഞാൻ ആ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ലൈവിൽ കൂടെ കാണുന്നവർക്ക് രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാം. എന്നോട് ദൈവാത്മാവ് പറയുക, നിന്റെ ഏത് ഭാഗത്ത് രോഗം വന്നോ ആ ഭാഗത്തെ ബന്ധനങ്ങൾ കർത്താവ് അഴിക്കുക. സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള ദൈവമേ, ദൈവത്തിന് സ്തോത്രം. കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരിൽ ഭരിക്കുന്ന രോഗാത്മാവ്, ഇപ്പോൾ അവരിൽ ഭരിക്കുന്ന രോഗബന്ധനം
യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു പോകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആ കരങ്ങളിൽ നിന്ന് ചേർത്തടിച്ചാട്ട് ആരാധിച്ച് കഴിയുമ്പോൾ ഒരു അഭിഷേകത്തിന്റെ പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യെസ്, യെസ്. കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാവത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല യാഗമായി തീർന്നവൻ, അമേൻ. അങ്ങേ പോലെ ആരുമില്ല യാഗമായി തീർന്നവൻ. യേശുവേ പോൽ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. യേശുവേ പോൽ, ശുഭനാമകരം ദാനകരം ദേ, ഓ ആമേൻ, 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 ആമേൻ. യേശുവേ പോൽ, ശുഭനാമകരം ദാനകരം ദേ, ദാനകരേ. ഭൂമിയിലും നിനക്ക് തുല്യനായ, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലും ഈ ഭൂമിയിലും നിനക്ക് തുല്യനായ. ഓ ദൂതന്മാരിൻ ഭോജനത്തിനാൽ നിൻ ജനത്തെ പോഷിപ്പിച്ചു, ദൂതന്മാരിൻ ഭോജനത്തിനാൽ നിൻ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങേ പോലെ ആരുമില്ല നിൻ ജനത്തെ സ്നേഹിച്ചിടാൻ, അമേൻ. അങ്ങേ പോലെ ആരുമില്ല നിൻ ജനത്തെ സ്നേഹിച്ചിടാൻ, അമേൻ.
ഞാൻ ദേശത്തിന്റെ 4 ഭാഗങ്ങളെയും ചൂള കുത്തി ഇളക്കുവാൻ പോകുകയാ. ഇന്നലകളിൽ അതിര് കെട്ടിയ പല ശക്തികളും ഇനി അതിര് കെട്ടാൻ പറ്റാത്ത അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ഉണ്ടാക്കുക. ഓ ജീസസ്, ദൂരഹസ്തി കടലുള്ളിലേക്ക് വലിഞ്ഞത് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയാ. ആത്മാവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു റിവൈവൽ വെളിപ്പെടാൻ പോവുക. ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. 2 കൈകളും ഉയർത്തിപ്പിടിച്ചൊരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൈ ഉയർത്തി പിടിച്ചോണ്ടിരിക്കുമ്പോ ഒരിക്കലും വാടാത്ത മുറിവുകൾക്കകത്ത് എണ്ണയുടെ പകർച്ച, ചില ഹൃദയത്തിനകത്ത് സ്നേഹത്തിന്റെ പകർച്ച, ചിലരുടെ ശിരസിന്മേൽ സ്ഥലം പോരാതെ വണ്ണം പെയ്തിറങ്ങുന്ന അനുഗ്രഹത്തിന്റെ പകർച്ച. കൈ ഉയർത്തിപ്പിടിച്ചോ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള ദൈവമേ, ഈ 5ാമത്തെ പകൽ വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവര് കൊതിക്കുന്ന ഒരു പകർച്ച, ഇവർ ആഗ്രഹിക്കുന്ന ഒരു പകർച്ച ഇവരുടെ മേലൊന്ന് വെളിപ്പെടട്ടെ കർത്താവേ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അക്സ ചോദിച്ചതുപോലെ ഞങ്ങൾ സ്വർഗത്തിലെ അപ്പനോട് ചോദിക്കുക, ഒരനുഗ്രഹം ഈ ജനത്തിന് കൊടുക്കണം. വറ്റാത്ത ഉറവ ഇവർക്ക് കൊടുക്കണം. പ്രതീക്ഷിക്കാത്ത ഉറവ അനുഭവിക്കാനുള്ള മഹാഭാഗ്യം കൊടുക്കണം. ഇവരുടെ കുടുംബത്തിൽ ഒരു ആത്മ പകർച്ച ഉണ്ടാകട്ടെ കർത്താവേ. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വർധനവിനാൽ അവർ വർദ്ധിക്കപ്പെടട്ടെ, നിറവിനാൽ അവർ നിറയ്ക്കപ്പെടട്ടെ, അനുഗ്രഹത്താൽ അവർ അനുഗ്രഹമാക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.